ക്ലാരിറ്റി തോന്നുന്നു, മീൻസ് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കായ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് എന്താണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു എൻറ്റയർ പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അറേ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനകത്ത് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കരുതുക. ഈ സെറ്റ് ഓഫ് എലമെന്റ്സിൽ നിന്ന് നമ്മുടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച് വെച്ച് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ മെർജ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഈ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ചിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഒരു ഒറിജിനൽ പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫറെന്റ് സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ റിക്കേഴ്സീവ് ആയിട്ടെന്ന് പറയാം. ഇപ്പൊ ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ അതിനെ റിക്കേഴ്സീവ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തന്നിരിക്കുന്ന ഒറിജിനൽ പ്രോബ്ലത്തിനെ നമ്മൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ വരെ ഡിവൈഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ, പിന്നീട് അങ്ങോട്ട് അടുത്തൊരു ഡിവിഷൻ ഉണ്ടാവാത്ത ആ ഒരു ഡെഡ് എൻഡ് എന്ന് പറയാം. ഇനി അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് അടുത്തൊരു ഡിവിഷൻ ഇല്ലാത്ത കേസ് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒറിജിനൽ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഡിവിഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ജോലി എന്ന് പറയുന്നത് അതിനെ നമ്മൾ കോൺകർ ചെയ്യാണ്. അതായത് നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഈ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കായിട്ട് പഠിക്കുക. സെർച്ചിങ് ഉണ്ടാവും, സോർട്ടിങ് ഉണ്ടാവും. അങ്ങനെ എന്താണോ നമ്മുടെ സൊല്യൂഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, എന്താണോ സെർച്ച് ചെയ്യാനാണെങ്കിൽ സെർച്ച് ചെയ്യുക, അല്ല സോർട്ട് ചെയ്യാനാണെങ്കിൽ അതിനെ സോർട്ടഡ് ഓർഡറിലാക്കുക. എന്താണോ നമ്മുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ അതൊക്കെ കോൺകർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയാം. അതിനുശേഷം നമ്മൾ അതിനെ കോൺകർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്, സബ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അല്ലല്ലോ. നമുക്ക് വേണ്ടത് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, വീണ്ടും അതിനെ ഒറിജിനൽ പ്രോബ്ലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡ് ചെയ്ത സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത ആ ഒരു പ്രോസസ്സിനെ തിരിച്ച് ചെയ്യണം. നമ്മൾ റിവേഴ്സ് പ്രോസസ് ചെയ്യണം. എങ്ങനെയായിരിക്കും, മെർജ് ചെയ്യുക എന്ന് പറയും. നമ്മൾ അതിനെ വീണ്ടും തിരിച്ച് മെർജ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിനെ കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയാം. അപ്പൊ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫിഗർ ഞാൻ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതിന് ക്ലാരിറ്റി കിട്ടും. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ അൽഗോരിതംസ് ഉണ്ട്. മെർജ് സോർട്ട് ഡിവൈഡ് ആൻഡ് കോൺകറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ ക്വിക്ക് സോർട്ട് ഡിവൈഡ് ആൻഡ് കോൺകറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ബൈനറി സെർച്ച്, അങ്ങനെയുള്ള കുറെ അൽഗോരിതംസ് ഉണ്ട് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള അതൊക്കെ നമ്മൾക്ക് ഇനി വരുന്ന സ്ലൈഡുകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം ഉണ്ടാവും. ഈ മെയിൻ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഡിവൈഡ് ചെയ്ത സബ് പ്രോബ്ലത്തിനെ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക, അതിനെ കോൺകർ ചെയ്യാണ്. അതായത് നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സബ് സൊല്യൂഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുക. സബ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, മെർജ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് എന്ന് പറയാം. അപ്പം ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ചിനകത്ത് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡിവൈഡ് ആണ്. The original problem is divided into one or more subproblems in such a way that each subproblem is equivalent to the original problem, but its size is smaller than the original one. അപ്പൊ അത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സബ് പ്രോബ്ലം ആയിരിക്കും. പക്ഷേ ഇതെന്തായിരിക്കില്ല, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന് അത്രയും സൈസ് ഉണ്ടാവില്ല. ഒറിജിനൽ പ്രോബ്ലത്തിനെ കാട്ടിലും കുറച്ച് സൈസ് കുറവുള്ളതായിരിക്കും നമ്മുടെ സബ് പ്രോബ്ലം എന്ന് പറയുന്നത്. Further subdivision of each subproblem is done till either it is directly solvable or it is impossible to perform subdivision, which indicates that there is a direct solution of the subproblem. ഒന്നുകിൽ എവിടെ വരെ ചെയ്യും, നമുക്ക് അതിന് ഡയറക്റ്റ് സൊല്യൂഷൻ കിട്ടുന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നതാവാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടൊരു സബ്ഡിവിഷൻ പറ്റാത്ത കേസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രോസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കോൺകറിംഗ് ആണ്. ഇൻ ദിസ് സ്റ്റെപ്പ് ഈച്ച് സ്മോളസ്റ്റ് സബ് പ്രോബ്ലം is solved independently. Then step 3, combine the solution of each subproblem is combined recursively to generate the solution of the original problem. അത് പറഞ്ഞതാണ്. അപ്പൊ 3 സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ചിനകത്തുള്ളത്. ഡിവൈഡ് ചെയ്യുക, ദെൻ കോൺകർ ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് കമ്പൈൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കിനകത്ത് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് അൽഗോരിതമാണ് ബൈനറി സെർച്ച് എന്ന് പറയാം. ബൈനറി സെർച്ച് is a procedure of finding the location of an element in a sorted array. The iterative version of the algorithm is given in figure. The divide and conquer version of the algorithm proceeds as follows. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മളൊരു സെർച്ചിങ് പഠിച്ചതാണ്. ലീനിയർ സെർച്ച് എന്നായിരുന്നു അതിന്റെ പേര്, ഓർമ്മയുണ്ടെന്ന് കരുതുന്നു.
അപ്പൊ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെർച്ചിൽ രണ്ടും സെർച്ച് ആണല്ലോ, എന്തിനാണ് ബൈനറി സെർച്ച് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നാൽ കാരണം ഇത്രയേ ഉള്ളൂ. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഭയങ്കര ടീഡിയസ് ടാസ്ക് ആണ്. അതായത് നമ്മുടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഒരു സെർച്ച് ചെയ്യേണ്ട ഒരു എലമെന്റ് നമ്മുടെ അറേക്കകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുൾ അറേ നമ്മൾ ഒന്ന് തൊട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രാവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അത് ഓരോ നോഡിനെ വിസിറ്റ് ചെയ്ത് പോയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു എലമെന്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. വേർസ്റ്റ് കേസ് ആണെങ്കിൽ വേർസ്റ്റ് കേസിൽ ഏറ്റവും ലാസ്റ്റിലായിരിക്കാം, ചിലപ്പോൾ ആ എലമെന്റ് ഇല്ലാതെ പോകാം. അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ അത് എല്ലാ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ട്രാവേഴ്സ് ചെയ്ത് പോകണം, ഓരോ നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഡ്രോബാക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞൊരു സെർച്ചിങ് ടെക്നിക്കിനകത്ത് അതിന്റെ ഉപയോഗം ഇതാണ്. ഇതിനകത്ത് എല്ലാ എലമെന്റ്സും നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പകരം നമ്മുടെ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓൾറെഡി സോർട്ടഡ് ആണെങ്കിൽ ഒരു എലമെന്റ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അതായത് സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഏത് സബ് അറേക്കകത്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബൈനറി സെർച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഡിവൈഡ് ആൻഡ് കോൺകർ വേർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഓൾറെഡി പറഞ്ഞു. അപ്പൊ പേര് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തന്നിരിക്കുന്ന ആ ലിസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പൊ ഇഫ് ദ കീ ഈസ് ഫൗണ്ട് അറ്റ് ദ മിഡിൽ പൊസിഷൻ ഓഫ് ദി അറേ ദ അൽഗോരിതം ടെർമിനേറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞു നമ്മളിപ്പോ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്തുനിന്ന് നമ്മളൊരു ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്നായിരിക്കുമല്ലോ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്നായിരിക്കും നമ്മൾ അതിന് ഡിവൈഡ് ചെയ്യുക. ആ പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റും നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെന്റും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ മിഡിൽ പൊസിഷനിൽ ഇരിക്കുന്ന അറേ എലമെന്റ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെന്റും സെയിം ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മുടെ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞതിനകത്ത്. നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെന്റ് മിഡിൽ പൊസിഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുക. നമ്മൾ എപ്പോഴും ഇതിനകത്ത് ബൈനറി സെർച്ചിനകത്ത് സെർച്ച് ചെയ്യുന്നത് മിഡിൽ പൊസിഷനിൽ നിന്നുകൊണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് എലമെന്റ് തന്നെ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ ബെസ്റ്റ് കേസ് ആണ്, ആദ്യമേ തന്നെ നമുക്ക് അതിന് റിസൾട്ട് കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ദ അറേ ഇൻടു 2 സബ് അറേസ് റിക്കർസീവ്ലി. ഇഫ് ദ കീ ഈസ് സ്മോളർ ദാൻ ദ മിഡിൽ വാല്യൂ സെലക്ട് ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ സബ് അറേ. ഇപ്പൊ നമ്മൾ ഇപ്പൊ മിഡിൽ പൊസിഷനിൽ നമുക്ക് കീ കിട്ടിയില്ല, മിഡിൽ പൊസിഷനിൽ നമ്മുടെ കീ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ അടുത്ത പ്രോസസ് ആണ് ചെയ്യുന്നത്. എന്തായിരിക്കും, നമ്മൾ അതിനെ ഇപ്പൊ ഞാൻ മിഡിലിൽ ഇരിക്കുന്ന ആ ഒരു അറേയുടെ മിഡിൽ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെക്കാട്ടിലും ഒരു സ്മോളർ കീ ആണ് ഞാൻ സെർച്ച് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെർച്ചിന്റെ അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഈ മിഡിൽ പൊസിഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചുരുക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ബൈനറി സെർച്ച് എപ്പോഴും സോർട്ടഡ് ആയിരിക്കും. അതായത് നമ്മൾ ബൈനറി സെർച്ച് നടത്താൻ പോകുന്ന അറേ എന്ന് പറയുന്നത് എപ്പോഴും സോർട്ടഡ് ആയിരിക്കും. അപ്പോൾ മിഡിൽ പൊസിഷൻ ഇരിക്കുന്ന ഒരു വാല്യൂ ഇപ്പൊ 5 ആണെങ്കിൽ എനിക്ക് 3 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 5ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്നത് 3യെക്കാട്ടിലും ഗ്രേറ്റർ എലമെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ 5ന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ 3 എന്ന് പറയുന്ന എലമെന്റ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു അറേ ആണ്, അല്ലെ ഒരു അൽഗോരിതമാണ് ഈ ബൈനറി സെർച്ച് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കീ എലമെന്റ് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതിന്റെ മിഡിൽ എടുക്കുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ആണോ നോക്കുന്നു. അതും അല്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക്, അങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകുന്ന ഒരു അറേയാണ് ഈ ബൈനറി സെർച്ച് എന്ന് പറയാം. അതിനുശേഷം ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടും. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺകർ, അതായത് സോൾവ് ദ സബ് അറേ ബൈ ഡിറ്റർമൈനിങ് വെദർ ദ കീ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദാറ്റ് സബ് അറേ. അപ്പൊ നമ്മൾ വീണ്ടും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് സബ് അറേ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കീ ഉണ്ടോ ഇല്ലയോ നോക്കുകയാണ്. ഉണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് ആയ ഒബ്റ്റെയിൻ ദ റിസൾട്ട്, നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിന്റെ ഐട്രേറ്റീവ് ബൈനറി സെർച്ച് അൽഗോരിതം ആണിത്. റിക്കർസീവ് ഇനിയുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പൊ ഐട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്സ് ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അറിയാകുമ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. അപ്പൊ ലോവർ ഇൻഡെക്സ് 0യും അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്നും ആയിരിക്കും. എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കീ, അതായത് നമ്മുടെ അറേ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ആണോ ഉള്ളത് അതിന്റെ ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ഇൻഡെക്സ്, അതിനെയാണ് നമ്മൾ എന്നു ഉദ്ദേശിക്കുക. അപ്പൊ അപ്പർ ഇൻഡെക്സ് എന്തായിക്കോട്ടെ എന്നാ നമ്മൾ വിളിക്കുന്നു. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് വൈ ലോവർ ഇൻഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ് ആണോ എന്നാണ് നോക്കുക. അതായത് ലോവർ ഇൻഡെക്സിനെക്കാട്ടിലും അപ്പർ ഇൻഡെക്സ് വലുതായിരിക്കണം. ഇനി ചിലപ്പോൾ നമ്മൾ 2 0 ഇൻപുട്ട് ചെയ്ത് പോയി, രണ്ടിന്റെ വാല്യൂ ലോവർ ഇൻഡെക്സ് 0 ആണ്, അപ്പർ ഇൻഡെക്സ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം നമുക്ക് എന്താ നൈട്രേഷന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1, ഞാനിപ്പോ 1 എന്ന് കൊടുത്തു, എന്നിട്ട് അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 എന്ന് കൊടുത്താൽ ഈ കണ്ടീഷൻ ഫോൾസ് ആയിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക.
എന്ത് ചെയ്യുന്നിട്ട് അടുത്ത നോക്കുന്നത് മിഡിൽ ഇൻഡെക്സ് കണ്ടുപിടിക്കുകയാണ്. മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? മിഡ് പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. ലോവർ ഇൻഡെക്സ് പ്ലസ് അപ്പർ ഇൻഡെക്സ് ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. എന്നിട്ട് ഇഫ് എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത മിഡിൽ ഇൻഡെക്സിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു എക്സ് ആണോ എന്നാണ് നോക്കുക. എക്സ് എന്ന് പറയുന്നത് ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ കീ എലമെന്റ് ആണ്. അപ്പൊ ആണെങ്കിൽ ഞാൻ മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് മിഡിൽ ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ റിട്ടേൺ മിഡിൽ ഇൻഡെക്സ് എന്നാണ് പറയുക. എന്ത് ചെയ്യുക? ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. എൽസ് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ എ ഓഫ് മിഡിൽ ഇൻഡെക്സ്. എ ഓഫ് മിഡിൽ ഇൻഡെക്സ് അതായത് എന്റെ മിഡിൽ പൊസിഷൻ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. മീൻസ് ലെസർ ആണെങ്കിൽ താഴേക്ക് പോകാനുള്ള ഒരു കോഡാണ് നമ്മളിവിടെ കൊടുത്തേക്കുക. എൽസ് ആണ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ആണോ എന്നാണ് നോക്കുക. അതായത് ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കീ വാല്യൂ മിഡിൽ പൊസിഷൻ ഇരിക്കുന്ന വാല്യൂവിനെക്കാട്ടിൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം അറേ പോകാൻ. അപ്പൊ അതിനുവേണ്ടിയുള്ള കോഡാണ് അടുത്തത് കൊടുത്തിരിക്കുക. അപ്പർ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് മൈനസ് 1. എന്തുകൊണ്ടാണ് അപ്പർ ഇൻഡെക്സ് മാറ്റിയെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. കുറച്ച് പേര് BC ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇതിനകത്തും ഓൾറെഡി ഒന്ന് പഠിച്ചതായിരിക്കും സബ്ജക്ട്. അതിനകത്ത് DS-നകത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ CCAT CBP-ക്കകത്ത് എല്ലാം ഈ ഒരു ബൈനറി സെർച്ചിന്റെ അൽഗോരിതം നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല മീൻസ് BCA അല്ലാത്തവരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫുൾ അറേ ഒരു 10 എലമെന്റ് ഉള്ള ഒരു അറേ ആണെന്ന് കരുതുക. 0 തൊട്ട് 10 എലമെന്റ് ഉള്ള ഒരു അറേ ആണെങ്കിൽ 5ാമത്തെ എലമെന്റിൽ നിന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എന്റെ മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5ാമതിരിക്കുന്ന ഒരു എലമെന്റ് ആണ്. അപ്പോൾ അതുമായിട്ട് എന്റെ എക്സ് ചെക്ക് ചെയ്ത സമയത്ത് എന്ത് മനസ്സിലായി? എക്സിന്റെ വാല്യൂ ചെറുതാണെന്ന് മനസ്സിലായി. എക്സിന്റെ വാല്യൂ ചെറുതാണെങ്കിൽ എനിക്ക് എവിടെ തൊട്ട് പിന്നെ നോക്കിയാൽ മതി? 0 തൊട്ട് 4 വരെ ഉള്ളട നോക്കിയാൽ മതി. 5ന് ശേഷം അങ്ങോട്ട് നോക്കാനില്ല. 5യുമായിട്ട് കമ്പയർ ചെയ്ത് ഫോൾസ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നത്. അപ്പൊ വീണ്ടും 5 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 5ൽ നിന്ന് ബാക്കിലേക്ക് നോക്കിയാൽ മതി. 0 തൊട്ട് 4 വരെ നോക്കിയാൽ മതി. അപ്പൊ 4 എന്ന് പറയുന്നത് എന്റെ അപ്പർ ഇൻഡെക്സ് ആയിരിക്കണം. അപ്പൊ അപ്പർ ഇൻഡെക്സ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പർ ഇൻഡെക്സിന്റെ വാല്യൂ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിഡിൽ ഇൻഡെക്സിന്റെ വാല്യൂ -1 എന്ന് നമ്മൾ അവിടെ എടുക്കുക. അതായത് 0 തൊട്ട് മിഡിൽ ഇൻഡെക്സിൽ നിന്ന് തൊട്ട് പുറകിലിരിക്കുന്ന വാല്യൂ വരെ എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഇനി അങ്ങോട്ടുള്ള ഐട്രേഷൻ പോകുന്നത് അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അതങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അതിനുള്ളൊരു കോഡാണ് നമ്മളിവിടെ കൊടുത്തേക്കുക. ഇനി എൽസ് ആണെന്നിരിക്കട്ടെ. അതായത് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 6 തൊട്ട് n വരെ ആയിരിക്കും പിന്നെ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്റെ കീ എലമെന്റ് എന്ന് പറയുന്നത് മിഡിലിനെക്കാട്ടിൽ ഗ്രേറ്റർ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? 5ന് ശേഷമുള്ള വാല്യൂ അതായത് 6 തൊട്ട് 10 വരെയാണ് എനിക്ക് പിന്നെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലോവർ ഇൻഡെക്സിന്റെ വാല്യൂ ഞാൻ മാറ്റി കൊടുത്തിരിക്കുന്നത് എങ്ങനെ? മിഡിൽ ഇൻഡെക്സ് +1 എന്ന് ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു ഇറ്ററേറ്റീവ് ബൈനറി സെർച്ച് അൽഗോരിതത്തിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ദെൻ ഇനി റിക്കേഴ്സീവ് ആണെങ്കിൽ റിക്കേഴ്ഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുക. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത ഇതാണ്. വൈൽ ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ് ആണോ നോക്കുന്നു. മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ലോവർ ഇൻഡെക്സ് പ്ലസ് അപ്പർ ഇൻഡെക്സ് ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. ഇഫ് എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ റിട്ടേൺ മിഡിൽ ഇൻഡെക്സ്. മുമ്പ് നമ്മൾ ഐട്രേഷൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. എൽസിൽ വരുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. എൽസ് എക്സ് ലെസ് ദാൻ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാട്ടെ? റിക്കർസീവ് ബൈനറി സെർച്ചിനെ നമ്മൾ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ നേരത്തെ അപ്പർ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് -1 എന്ന് കൊടുത്തിരുന്നെങ്കിൽ അതിന് പകരമായിട്ട് ഇവിടെ ആ ഒരു സെർച്ച് അൽഗോരിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അകത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിന് അത് ചേഞ്ച് വരുത്തുണ്ട്. എന്തായിരിക്കും? ലോവർ ഇൻഡെക്സ് എന്ന് കൊടുക്കും. അപ്പർ ഇൻഡെക്സിന് പകരം മിഡിൽ ഇൻഡെക്സ് -1 ചെയ്യുന്നു. അറേ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ എക്സിനെ പാസ് ചെയ്ത് കൊടുക്കും. ഇവിടെ അന്നേരം ഈ മിഡിൽ ഇൻഡെക്സ് -1 എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് അയക്കോളും? ഈ ഒരു അപ്പർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും കയറിക്കോളും. എന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സിന് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനി എൽസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? റിക്കർസീവ് ബൈനറി സെർച്ചിനകത്തേക്ക് മിഡിൽ ഇൻഡെക്സ് +1 എന്ന് പറയുന്ന ഒരു വാല്യൂ ലോവർ ഇൻഡെക്സിനകത്തേക്ക് എടുക്കും. എന്നിട്ട് അപ്പർ ഇൻഡെക്സിനെ കൊടുക്കുന്നു. അതേപോലെ തന്നെ അറേയും പാസ് ചെയ്യുന്നു, എക്സിനെയും പാസ് ചെയ്യുന്നു. ഇതാണ് റിക്കർസീവ് ബൈനറി സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ കുറെ എലമെന്റ്സ് വന്നിട്ടുണ്ട്. 9, 13, 15, 24, 26, 27, 33 എന്ന് കുറെ എലമെന്റ്സ് വന്നിട്ടുണ്ട്. എനിക്കിനകത്ത് സെർച്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 26 ആണെന്നിരിക്കട്ടെ. 26 ആണെങ്കിൽ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ലോവർ ഇൻഡെക്സിന്റെ വാല്യൂ 6 ആണ്, അപ്പർ ഇൻഡെക്സിന്റെ വാല്യൂ 5 ആണ്, മിഡിൽ ഇൻഡെക്സിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ 3 എന്ന് പറയുന്നത് 0, 1, 2, 3 എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ നോക്കുമ്പോൾ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു, അതായത് എ ഓഫ് 3 ഇസ് ഈക്വൽ ടു 24 ആണ്. 24ഉമായിട്ട് എക്സ് കമ്പയർ ചെയ്യുമ്പോൾ
24 എന്ന് പറയുന്നതാണ് ചെറുത് അല്ലെ. അതായത് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കീ എന്ന് പറയുന്നത് 24-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ആണെങ്കിൽ എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഇനി നമ്മുടെ സെർച്ചിങ് പോവുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൈനറി സെർച്ചിനകത്ത് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ അത് സോർട്ടഡ് ഓർഡറിലായിരിക്കണം, നമ്മൾ നിർബന്ധമാണ്. സോർട്ടഡ് ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ചിങ്ങിനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കാരണം നമ്മൾ ഇപ്പൊ സോർട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മിഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് 24-മായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 26 എന്ന് പറയുന്ന ഗ്രേറ്റർ ആയത് കാരണം പിന്നെ റൈറ്റ് സൈഡിലേക്കായിരിക്കും പിന്നെ നമ്മുടെ സെർച്ചിങ് പോവുക. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ലോവർ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യും. ലോവർ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്തായിരിക്കും? 3+1, അതായത് 4 ആയിരിക്കും ലോവർ ഇൻഡെക്സ് എന്ന് പറയുക. അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. വീണ്ടും കമ്പാരിസൺ നടക്കും. എങ്ങനെ ആയിരിക്കും വരിക? 4 + 6 / 2. അപ്പൊ എന്തായിരിക്കും വരിക? 5 ആണ് വരുന്നത്. 5 എന്ന് പറയുന്നത് A(5)ന്റെ വാല്യൂ 27 ആണ്. അതായത് ഇതാണ് നമ്മുടെ A(5) എന്ന് പറയാം. അപ്പൊ A(5)ഉം 26ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതാണ്? 26 ആണ് ചെറുത്. അപ്പൊ 27-നെക്കാട്ടിലും 26 ചെറുതായതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും? 27ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എവിടെ വരെ പോകും? 24-ന് പുറകോട്ട് പോവില്ല. ഈ ഒരു 26 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ നോക്കിയാൽ നമ്മുടെ അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നതും ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെയിം വാല്യൂ ആയിരിക്കും. എന്ത്? 4 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്നതും 4 ആയിരിക്കും, ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്നതും 4 ആയിരിക്കും. അപ്പം നമ്മൾ വീണ്ടും മിഡിൽ ഇൻഡെക്സ് കണ്ടുപിടിക്കുകയാണ്. 4 + 4 / 2 എന്തായിരിക്കും കിട്ടുക? 4 എന്ന് കിട്ടും. അപ്പൊ A(4)ന്റെ വാല്യൂ എന്താണ്? 26 ആണ്. അത് നമ്മുടെ സെർച്ച് ചെയ്യേണ്ടത് നമ്മുടെ കീ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ കറണ്ട് വാല്യൂ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് റിക്കറൻസ് റിലേഷൻ ഓഫ് ബൈനറി സെർച്ച് ആണ്. നമ്മൾ ഇതിന്റെ ഈ ഒരു റിക്കറൻസ് ഞാൻ സോൾവ് ചെയ്ത സമയത്ത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താണ്. Tn = T(n/2 + k). നമ്മൾ വർക്ക് ചെയ്ത് അതിന്റെ ടൈം കോംപ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണിത്. അപ്പൊ ഇത് ബൈനറി സെർച്ചിന്റെ ഇക്വേഷൻ ആണ്. ബൈനറി സെർച്ചിന്റെ റിക്കറൻസ് റിലേഷൻ ആണിത്. ഈ ഒരു റിക്കറൻസ് റിലേഷന്റെ ടൈം കോംപ്ലക്സിറ്റി ഇന്നലത്തെ ക്ലാസ്സിലാണ് ഞാനത് സോൾവ് ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്ത് ഞാൻ കാണിച്ചു തന്നിരുന്നതാണ്. അപ്പൊ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയായിരിക്കും. അപ്പൊ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് log n ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതിന് സോർട്ടിംഗ് അൽഗോരിതംസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സോർട്ടിംഗ് അൽഗോരിതം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെർജ് സോർട്ട് എന്താണെന്നാണ്. മെർജ് സോർട്ട് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ മെർജ് സോർട്ടിനകത്ത് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഡിവൈഡ് ചെയ്യുന്നു, കോൺകർ ചെയ്യുക, ദെൻ കമ്പൈൻ ചെയ്യുക. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ആദ്യം നോക്കാൻ പോവുക. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 98, 23, 45, 14. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മെർജ് ചെയ്യാനാണ്. മെർജ് സോർട്ട് വെച്ചിട്ട് നമ്മൾ മെർജ് ചെയ്യാനായിട്ട് പോവുക. സോർട്ടിംഗ് ആണ്, പക്ഷെ ഇതിനകത്ത് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ മെർജ് സോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ 4 എലമെന്റ്സിനെ എന്ത് ചെയ്യണം? മിഡിൽ പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എമ്മിന്റെ വാല്യൂ 0 ആണ്. മുമ്പേ നമ്മൾ ചെയ്ത സെയിം പ്രോസസ് ആണ്. എം എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ 0 ആണ്. എന്നിന്റെ വാല്യൂ 3 ആണ്. അതായത് 0, 1, 2, 3 ആണ്. അപ്പൊ എന്ത് ചെയ്ത്? എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ n ആണെന്ന് തോന്നുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മിഡ് പൊസിഷൻ എടുക്കുന്നു. മിഡ് എന്ന് പറയുന്നത് 0 + 3 / 2 1 ആയിരിക്കും കിട്ടുക. അതായത് 0, 1 ഇവിടെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 0, 1 ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 98, 23 കിടക്കും, 45, 14 കിടക്കും. വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇത് രണ്ടെണ്ണങ്ങൾ 0ഉം 1ഉം അടുത്ത ഇതുപോലെ തന്നെ 2ഉം 3ഉം തമ്മിൽ എടുക്കുന്നു. ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യും, ഇതിനെ ഡിവൈഡ് ചെയ്യും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 98 ഒരുമിച്ച് 98 സെപ്പറേറ്റ് ആവും, 23 സെപ്പറേറ്റ് ആവും, അതേപോലെ തന്നെ 45 സെപ്പറേറ്റ് ആവും, 14 സെപ്പറേറ്റ് ആവും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും സമയം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യും. അതിപ്പോ ആദ്യം ഈ ലെഫ്റ്റ് സൈഡിലെ ഡിവിഷന്റെ അത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ 98നെയും 23യെയും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നമ്മുടെ സൊല്യൂഷൻ അല്ലെ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺകർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ കോൺകർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനകത്ത് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നതാണ് സോർട്ടിംഗ് ആയത് കാരണം നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാനാ പോവുക? സോർട്ട് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്തു? 98ഉം 23യും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തപ്പോൾ 98 ആണ് ബിഗർ എലമെന്റ്, 23 സ്മോളർ എലമെന്റ് ആയത് കാരണം 23 ആദ്യം പ്ലേസ് ചെയ്യും, 98നെ സെക്കൻഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മെർജ് ചെയ്യും. കോൺകർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെർജിങ് ആണ്. ഇതേ പ്രോസസ്സ് ആണ് നമ്മൾ റൈറ്റ് സൈഡിലും കണ്ടിന്യൂ ചെയ്യും. 45നെ 14നെ സെപ്പറേറ്റ് ആക്കുന്നു. അതിനെ സെപ്പറേറ്റ് ആക്കിയതിനു ശേഷം 45ഉം 14ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 14 ആണ് സ്മോളർ എലമെന്റ്. എന്ത് ചെയ്യുന്നു? അതിനെ തിരിച്ച് സ്വാപ്പ് ചെയ്യും. ആദ്യം 14 വരും, പിന്നെ 45 വരും, എന്നിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും. ഇത് കമ്പൈൻ ഇങ്ങനെ വന്നപ്പോൾ ഈ ഓരോത്തിന് സബ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമുക്കായിട്ടുള്ളൂ അല്ലേ? ഏതാണ്ട് 23, 98 ഇത് ഈ സബ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയി. ഈ 14, 45 എന്ന് പറയുന്നതും ഈ ഒരു സബ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം, അതായത് 98, 23, 45, 14 എന്ന് പറയുന്ന ഈ ഒരു ഒറിജിനൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്.
അപ്പൊ നമ്മൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? ഈ ഒരു സബ് പ്രോബ്ലത്തിനെ, അതായത് ഈ തന്നിരിക്കുന്നതിനെ, ഈ രണ്ട് സബ് പ്രോബ്ലത്തിനെ മെർജ് ചെയ്യണം. മെർജ് ചെയ്യുന്ന ചുമ്മാ മെർജ് ചെയ്താൽ പോരാ, അതിനെ വീണ്ടും എന്ത് ചെയ്യണം? കോൺകർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ അതിനെ മെർജ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കുക, ഈ 23, അതായത് ഈ ഫസ്റ്റ് സബ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് സബ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് എലമെന്റും തമ്മിലായിരിക്കും പിന്നെ കമ്പയർ ചെയ്യുക. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ 23 14 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഏതാണ് സ്മോളർ എലമെന്റ്? 14 ആണ്. ആദ്യം അതിനെ ഇറക്കി എഴുതി. ദെൻ 23 ആണ് അടുത്ത എലമെന്റ്. അടുത്ത സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 23 ആയത് കാരണം എന്ത് ചെയ്തു? 23 ഇറക്കി എഴുതി. ഓക്കെ, അപ്പൊ 14 23 ആയി. ദെൻ അടുത്ത പൊസിഷൻ നമ്മൾ നോക്കുന്ന ആരൊക്കെ ആയിരിക്കും? 98നെയും 45നെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. 98ഉം 45ഉം കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 45 ആണ് സ്മോളർ എലമെന്റ്. അതിനെ എന്ത് ചെയ്യും? ആദ്യം 45നെ കൊണ്ടുവരും, ദെൻ 98നെ കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലം അതായിരുന്നു 98, 23, 45, 14 എന്നാണ് നമ്മുടെ പ്രോബ്ലം ഇതായിരുന്നു. ഈ ഒരു ഒറിജിനൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 14, 23, 45, 98. ഇത് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തൊരു പ്രോബ്ലം ആണ്. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് ലോ ഇൻഡെക്സ് കാണുന്നു, ഹയർ ഇൻഡെക്സ് കാണുന്നു, ദെൻ അതിനെ മിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് ഫസ്റ്റ് എലമെന്റ് നമ്മൾ കമ്പയർ ചെയ്ത് അതിനെ സോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ മെർജ് ചെയ്യുക. ഇതാണ് മെർജ് സോർട്ടിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് യൂണിറ്റ് 2 തന്നെ ക്വിക്ക് സോർട്ട് എന്താണെന്നാണ്. ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത് ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് തന്നെയാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത് ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് ആണ്. ക്വിക്ക് സോർട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യന്റ് സോർട്ടിംഗ് അൽഗോരിതം വിത്ത് ടൈം കോംപ്ലക്സിറ്റി n log n. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് ആരാ ഇത് ഡെവലപ്പ് ചെയ്തത്? പിന്നെ അതിന്റെ ക്വിക്ക് സോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? സെലക്ട് ആൻഡ് പ്ലേസ് ദ പിവോട്ട് ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പൊ ഈ ക്വിക്ക് സോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള അൽഗോറിതംസ് പോലെ അല്ല ഇത് വർക്ക് ചെയ്ത്. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു റാൻഡം എലമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. ചിലപ്പോൾ ചില കേസിൽ ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലാണ്. സ്റ്റാർട്ടിങ് ഒരു എലമെന്റിനെ ഞാൻ പിവോട്ടാക്കി എടുക്കുന്നതാണ്. ചില അൽഗോറിതംസ് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് അവർ ചിലപ്പോൾ സെലക്ട് ചെയ്തേക്കുക എൻഡിൽ നിന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, എൻഡിങ്ങിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു റാൻഡം എലമെന്റിനെ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത എലമെന്റ് നമ്മുടെ അറേയുടെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുന്നു. അതാണ് അങ്ങനെ ഈ പിവോട്ട് എലമെന്റ്സിനെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചായിരിക്കും നമ്മൾ ക്വിക്ക് സോർട്ടിനെ അല്ലെങ്കിൽ ക്വിക്ക് സോർട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു അറയെ നമ്മൾ സോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു അറേ എലമെന്റ് എന്ന് പറയുന്നത് ഇത്രയാണ്: 5 3 1 9 8 2 4 7. ഇതാണ് എന്റെ അറേ എലമെന്റ്സ് എന്ന് പറയാം. ഇത് അൺസോർട്ടഡ് ആണ്. ഇതിനെ സോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പോവുക. ആദ്യം ഞാൻ ഈ പി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു പോയിന്റർ ആണ്. ഈ പി എന്ന് പറയുന്നത് എന്റെ ഒരു പോയിന്റർ ആണ്. ഈ പോയിന്റർ ഞാൻ ആദ്യം പോയിന്റ് ചെയ്തിരിക്കുന്നത് 5നെയാണ്. അതായത് എന്റെ 5 എന്ന് പറയുന്നതാണ് എന്റെ പിവോട്ട് എലമെന്റ്. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പിവോട്ട് എലമെന്റ് എന്നാണ് വിളിക്കുക. അപ്പൊ എന്റെ ഉദ്ദേശം എന്ത് ചെയ്യാ, ഈ ഒരു 5 എന്ന് പറഞ്ഞ എലമെന്റിനെ എന്റെ ഈ അറേക്കകത്ത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. അതായത് 5 എവിടെയാണോ കിടക്കുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം സ്മോളർ എലമെന്റ് ആയിരിക്കണം. 5ന്റെ റൈറ്റ് സൈഡ് കിടക്കുന്ന എലമെന്റ്സ് എല്ലാം ഗ്രേറ്റർ എലമെന്റ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് കറക്റ്റ് പൊസിഷനിലാണെന്ന്. അപ്പൊ അങ്ങനെ 5നെ ഈ ഒരു അറേക്കകത്ത് എവിടെ കൊണ്ടെത്തിക്കണം, കറക്റ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അതാണ് അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ക്വിക്ക് സോർട്ടിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോവുക. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ എലമെന്റ് ഞാൻ പിവോട്ടായിട്ട് എടുത്തു. അതാണ് എന്റെ 5 എന്ന് പറയുന്നത്.
ഞാൻ പി എന്ന് അതിനെ വിളിച്ചു. അതിനുശേഷം ഞാൻ 2 പോയിന്റേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറയുന്ന ഒരു പോയിന്ററും ഉണ്ട്, ജെ എന്ന് പറയുന്ന ഒരു പോയിന്ററും ഉണ്ട്. ഐ എന്ന് പറയുന്ന പോയിന്റർ ഞാൻ എന്റെ പിവോട്ടിന് ശേഷമുള്ള എലമെന്റിനെ പോയിന്റ് ചെയ്തേക്കുന്നു. ജെ എന്ന് പറയുന്ന പോയിന്റർ ഞാൻ ലാസ്റ്റ് എലമെന്റിനെ പോയിന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഐ എന്ന് പറയുന്ന പോയിന്റർ മുമ്പോട്ടേക്ക് പോകുക, അതായത് ഫോർവേഡ് മൂവ് ചെയ്യുന്ന പോയിന്ററും ജെ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന പോയിന്ററും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഐ എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഒരു എലമെന്റും ഈ പിവോട്ടുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഐ എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് പിവോട്ടിനെക്കാട്ടിൽ ഒരു ലാർജസ്റ്റ് എലമെന്റ് ആണെങ്കിൽ അവിടെ കൊണ്ട് എന്റെ ഐ ഞാൻ അന്നേരം സ്റ്റോപ്പ് ചെയ്യിക്കുക. ഐ ഞാൻ പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കില്ല. അതേപോലെ തന്നെ ഞാൻ ജെയെ ഇങ്ങോട്ടേക്ക് ബാക്ക്വേർഡിലേക്ക് ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണോ എനിക്ക് എന്താ 5നെ, അതായത് എന്റെ പിവോട്ടിനെ കാട്ടിൽ ഒരു സ്മോളർ എലമെന്റ് കിട്ടുക, ജെ എപ്പോഴാണോ 5നേക്കാൾ ഒരു സ്മോളർ എലമെന്റിനെ പോയിന്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ ട്രാവേഴ്സിങ് അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്നത് അവിടെ നിർത്തും. എന്നിട്ട് ഐയും ജെയും കൂടെ ഞാൻ സ്വാപ്പ് ചെയ്യാണ് പോവുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആദ്യം ഞാൻ ഐ പോയിന്റ് ചെയ്തിരിക്കുന്ന 3 ആണ്, ജെ പോയിന്റ് ചെയ്തിരിക്കുന്ന 7 ആണ്. അപ്പൊ നോക്കുമ്പോൾ 5ഉം 3യും കൂടെ കമ്പയർ ചെയ്യും. 5ഉം 3യും കൂടെ കമ്പയർ ചെയ്തപ്പോൾ ആരാണ് ഗ്രേറ്റർ? 5 ആണ് ഗ്രേറ്റർ. കുഴപ്പമൊന്നുമില്ല, ഐ അവിടെ പ്രശ്നമൊന്നുമില്ല. ഐയെ വേണമെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യിപ്പിക്കാം. ജെയെ നോക്കുന്നു, ഓക്കെ, ആദ്യം നമുക്ക് ഐയുടെ നോക്കാം. അപ്പൊ 3യും നോക്കി, 3 എന്ന് പറയുന്നത് സ്മോളർ ആണ്, അതായത് 5 ആണ് ഗ്രേറ്റർ ആയിട്ട് നിൽക്കുക. കുഴപ്പമൊന്നുമില്ല, ഐയെ ഞാൻ മൂവ് ചെയ്യിപ്പിച്ചു. ഐ 1ലേക്ക് വന്നു. അവിടെ ആരാണ് ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്? 5 ആണ്. അവിടെയും പ്രശ്നമൊന്നുമില്ല. ഐയെ ഞാൻ വീണ്ടും മൂവ് ചെയ്യിപ്പിച്ചു. 9ലേക്ക് എത്തി. 9ലേക്ക് എത്തിയപ്പോൾ ആരാണ് ഗ്രേറ്റർ? 9 ആണ് ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്. ഐ അവിടെ നിൽക്കും. ഓക്കെ, ഐയുടെ മൂവ്മെന്റ് അവിടെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജെയിലേക്ക് ചെല്ലും. ജെ എന്തിയപ്പം ജെയിലേക്ക് വരുമ്പോൾ ആദ്യം ജെയുടെ വാല്യൂ 7 ആണ്. 7ഉം 5ഉം കൂടെ ചെക്ക് ചെയ്തപ്പോൾ ആരാണ് ഗ്രേറ്റർ? 7 ആണ് ഗ്രേറ്റർ. അവിടെ പ്രശ്നമില്ല. എന്ത് ചെയ്യണം? ജെയെ ഞാൻ ഇങ്ങോട്ട് ബാക്ക്വേർഡ് മൂവ് ചെയ്യിപ്പിച്ചു. 4ലേക്ക് എത്തി. ഇവിടെ നോക്കിയപ്പോൾ ആരാണ് ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്? 5 ആണ് ഗ്രേറ്റർ. അപ്പൊ ഐയുമായിട്ട് കമ്പയർ ചെയ്തപ്പോ ആരായിരിക്കണം? ഐയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐ സ്മോളർ ആയിരിക്കണം. ജെയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജെ സ്മോളർ ആയിരിക്കണം. മനസ്സിലായോ? ഐയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐയും പിയും കമ്പയർ ചെയ്തപ്പോൾ ഐ ആയിരിക്കണം, ഐ സ്മോളർ ആയിട്ട് നിൽക്കണം. ജെയും പിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജെ ആയിരിക്കണം ഹയർ ആയിട്ട് നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മൂവ്മെന്റ് നടക്കുകയുള്ളൂ. ഇവിടെ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. എന്തായി സംഭവിച്ചു? ഐയും പിയും തമ്മിൽ കമ്പയർ ചെയ്തപ്പം പി ആണ് ചെറുത്. ഓക്കെ, ജെയും പിയുമായിട്ട് കമ്പയർ ചെയ്തപ്പം ജെ ആണ് ചെറുത്. അപ്പൊ എന്ത് ചെയ്യണം? 9 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും കറക്റ്റ് പൊസിഷനിലല്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്ത് ചെയ്തു? ഐയും ജെയും തമ്മിലായിരിക്കും നമ്മൾ ആദ്യം സ്വാപ്പ് ചെയ്യുക. ഐയും ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്താട്ടെ. ഇവിടെ 4 വന്നു, അവിടെ 9 വന്നു. ഓക്കെ, വീണ്ടും നമ്മൾ കമ്പയർ ചെയ്യാണ് പിയുമായിട്ട്. ഐയും പിയും തമ്മിൽ കമ്പയർ ചെയ്തു. പി ആണ് ഗ്രേറ്റർ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഐയെ മൂവ് ചെയ്യിപ്പിച്ചു, 8ലേക്ക് വന്നു. 8ഉം 5ഉം കൂടെ കമ്പയർ ചെയ്തു. ഏതാണ് ഗ്രേറ്റർ? ഐ ആണ് ഗ്രേറ്റർ. ഓക്കെ, അവിടെ വന്ന് നിർത്തി. ഐയെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും ജെയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. 9 നോക്കുകയാണ്. 9ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 9ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ 9 ഗ്രേറ്റർ ആണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? ജെയെ മൂവ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ജെയെ മൂവ് ചെയ്യിപ്പിച്ചു. 2ലേക്ക് എത്തി. 2ലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? 5ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ 2 സ്മോളർ ആണ്. എന്ത് ചെയ്യണം? ഐയും ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്യുക. ഐയും ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റി? 2 ഇവിടെ വന്നു, 8 റൈറ്റ് സൈഡിലേക്ക് പോയി. വീണ്ടും ഐ കമ്പയർ ചെയ്യാണ്. ഐയും പിയും തമ്മിൽ നോക്കിയപ്പോൾ 2ഉം 5ഉം തമ്മിൽ നോക്കിയപ്പോൾ 5 ആണ് ഗ്രേറ്റർ, പ്രശ്നമൊന്നുമില്ല. ഐ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോയി. ഐ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്തു? 8ഉമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കി. അപ്പൊ ഐ അന്നേരം എങ്ങോട്ടേക്ക് വന്നു? 8ഉമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കി. 8ഉമായിട്ട് കമ്പയർ ചെയ്തപ്പം 8 എന്ന് പറയുന്നത് എന്താണ്? ജെ പിയെ കാട്ടിൽ ഗ്രേറ്റർ ആണ്. അതായത് 5ഉം 8ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 8 ആണ് ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ജെയെ ഇനി തിരിച്ചു കൊണ്ടുവരണം. ജെ ഇങ്ങോട്ടേക്ക് മാറ്റി. ജെ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരുന്നു. 2ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് ജെ എന്തായി മാറി? ജെ ആണ് സ്മോളർ. അപ്പൊ പക്ഷെ വേറൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയും ഐയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ? ഇത് അവരുടെ മൂവ്മെന്റ് തിരിഞ്ഞുപോയി. ഓക്കെ, ഐയും ജെയും ക്രോസ് ചെയ്ത് അവർ പരസ്പരം ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഐയും ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. പകരം ആരെ മാത്രമേ സ്വാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? പിവോട്ടിനെ വെച്ചിട്ട് വേണം ഇനി സ്വാപ്പ് ചെയ്യാൻ. എപ്പോഴാണോ ഐ എന്ന് പറയുന്നത് ജെയെക്കാട്ടിൽ ഗ്രേറ്റർ ആവുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് ഐയും ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. പകരം ആരെ വെച്ചിട്ട് സ്വാപ്പ് ചെയ്യും? പിവോട്ടിനെ നമ്മൾ ജെ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നോക്കിയാട്ടെ, അടുത്ത സ്റ്റെപ്പിനകത്തേക്ക് എന്ത് ചെയ്തു? പിവോട്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? ജെ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ഈ 5 എന്ന് പറയുന്നത്, അതായത് ഈ പിവോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുക. നോക്കിയാട്ടെ,
5ന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന എല്ലാ 5നേക്കാട്ടിൽ ലെസർ എലമെന്റ്സും 5ന് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എല്ലാ 5നേക്കാട്ടിൽ ഗ്രേറ്റർ എലമെന്റ്സും ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പിവോട്ട് എലമെന്റ് എടുക്കുന്നു. അടുത്ത പിവോട്ട് എലമെന്റ് നമ്മൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 എടുക്കുന്നവരുണ്ടെങ്കിൽ 2 എടുക്കാം, വേണമെങ്കിൽ 7 എടുക്കണമെങ്കിൽ 7 എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പിവോട്ട് എലമെന്റ്സ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. പക്ഷെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? അത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഏതാണോ നിങ്ങൾ പിവോട്ടായിട്ട് എടുക്കുക, ആ പിവോട്ടായിട്ട് എടുക്കുന്ന ആ ഒരു എലമെന്റിനെ നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ക്വിക്സോർട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുക. ക്വിക്സോർട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് ക്വിക്സോർട്ടിന്റെ അൽഗോരിതം. നിങ്ങൾക്ക് ഇത് അൽഗോരിതം ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അൽഗോരിതം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ ബേസിക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ നേരത്തെ ക്ലാസ് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നതാണ്. നമ്മൾ ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 ലൂപ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 3 ലൂപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഞാൻ പറഞ്ഞിരുന്നു n³ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ടൈം കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്ട്രാസൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കൊണ്ടുവന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പൊ ഇതൊരു നമ്മുടെ ഏതൊരു ഇപ്പൊ 4x4 മെട്രിക്സ് ആണെങ്കിലും 3x3 മെട്രിക്സ് ആണെങ്കിലും 2x2 മെട്രിക്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ഇത് 2x2 ഡയമെൻഷൻ മെട്രിക്സസ് ആയിട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പോവുക. അപ്പൊ നമ്മൾ ഈ ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ബേസിക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെക്കാട്ടിൽ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. n³ എന്നതിന് പകരം n⁻2 അങ്ങനെ വരുന്ന ഒരു റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടൈം കോംപ്ലക്സിറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിക്കകത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് തന്നെയാണ്. നമ്മളിൽ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. 2x2 മെട്രിക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ചെയ്യുന്ന സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനകത്ത് 7 മൾട്ടിപ്ലിക്കേഷൻസും പിന്നെ അഡീഷനും സബ്ട്രാക്ഷനും ഒരു 18 അഡീഷൻസും സബ്ട്രാക്ഷനും കൂടി ചേർന്നിട്ടാണ് 18 അഡീഷൻസ് പ്ലസ് സബ്ട്രാക്ഷൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 18 എണ്ണമാണ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ നേരത്തെയുള്ള പ്രീവിയസ് ബേസിക് ആയിട്ടുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 8 മൾട്ടിപ്ലിക്കേഷനും 4 അഡീഷനും മാത്രമാണ്. പക്ഷേ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കൂടുതലായത് കാരണമാണ് നമ്മൾ ഈ ഒരു സ്ട്രാസൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ മെട്രിക്സിന് സോൾവ് ചെയ്യാനായിട്ട് പോവുക. അപ്പൊ ഇതിന് ഒരു ഓർഡർ ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഈ D1 തൊട്ട് D7 വരെ ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടായിരിക്കണം ഈ ഒരു ഫോർമുല നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മെട്രിക്സ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോവുക. അപ്പൊ അതിന്റെ നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഇത് നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സ് ആണ്. അപ്പൊ എയും ബി എന്ന് പറയുന്ന 2 മെട്രിക്സ് ഉണ്ടെങ്കിൽ ഈ 2 മെട്രിക്സിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. A11, A12, A21, A22, B11, B12, B21, B22 ഇതാണ് നമ്മുടെ മെട്രിക്സ് എങ്കിൽ D1 എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്? A11 പ്ലസ് A22 ഇൻറ്റു B11 പ്ലസ് B22 അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് ആ വാല്യൂസിനെ ഈ പ്ലേസസിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടും. അപ്പൊ D1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ദെൻ D2 കണ്ടുപിടിക്കുന്നത് A21 പ്ലസ് A22 ഇൻറ്റു B11 ആയിരിക്കും. അപ്പൊ നമുക്ക് D2 വാല്യൂ കിട്ടും. അതേപോലെ D3 B12 മൈനസ് B22 ഇൻറ്റു A11. ദെൻ D4 എന്ന് പറയുന്നത് B21 മൈനസ് B11 ഇൻറ്റു A22. അങ്ങനെ കുറെ ഫോർമുലാസ് ഉണ്ട്. ഈ 7 ഫോർമുല നമ്മൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക C11, C12, C21, C22 കണ്ടുപിടിക്കുക. അപ്പൊ ഈ D1 തൊട്ട് D7 വരെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ C00 എന്ന് പറയുന്നത് അതായത് C00 അതായത് ഇവിടുത്തെ C11 ആണ്. ഞാൻ ഇവിടെ എഴുതിയപ്പോൾ C00, 01, 10, 11 എന്ന് എഴുതിയേ ഉള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് പൊസിഷൻ ആണ് 00, 01, 10, 11 ഈ കറസ്പോണ്ടിങ് പൊസിഷനിലേക്കായിരിക്കും അത് പോവുക. അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് D1 കിട്ടിയ വാല്യൂ പ്ലസ് D4 മൈനസ് D5 പ്ലസ് D7 അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് പൊസിഷന്റെ വാല്യൂ നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് വൺ C01 എന്ന് പറയുന്ന D3യെയും D5നെയും ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും C10 എന്ന് പറയുന്ന D2 പ്ലസ് D4 ചെയ്യുമ്പോൾ C11 എന്ന് പറയുന്ന D1 പ്ലസ് D3 മൈനസ് D2 പ്ലസ് D6 ഈ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. ഈ ഒരു മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഓർഡർ ഓഫ് 1 ആയിരിക്കും. എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 7Tn/2 പ്ലസ്
ഓർഡർ ഓഫ് n സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ മാസ്റ്റർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 7 ആണ്, ബിയുടെ വാല്യൂ 2 ആൻഡ് n ലോഗ് എ ബി എന്ന് പറയുന്നത് n ലോഗ് 7 2 നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് n റേസ് ടു 2.81 ആണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ എഫ് എന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ n ലോഗ് എ ബി ആണ് നമുക്ക് ഗ്രേറ്റർ ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ കേസ് 1-നകത്തേക്ക് വരും. കേസ് 1-നകത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഓർഡർ ഓഫ് ഈ വാല്യൂ n ലോഗ് n റൈസ് ടു ലോഗ് എ ബേസ് ബി എന്ന് പറയുന്നതായിരിക്കും നമ്മൾ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഫൈനൽ ടൈം കോംപ്ലക്സിറ്റി. അപ്പൊ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n റൈസ് ടു 2.81 ആയിരിക്കും വരിക. അപ്പൊ മാസ്റ്റർ മെത്തേഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയതാണ്. അതിപ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ക്ലിയർ ആയവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ബ്ലോക്ക് 2-ന്റെ യൂണിറ്റ് 2 ഇവിടെ കംപ്ലീറ്റ് ആയി. അത്രേ ഉള്ളൂ. നമ്മളിനി അടുത്ത യൂണിറ്റിലേക്ക് കടക്കാണ്, യൂണിറ്റ് 3 ഗ്രാഫ് അൽഗോരിതംസ്. അപ്പൊ ഞാൻ യൂണിറ്റ് 2-നകത്ത് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഗ്രാഫ് അൽഗോരിതത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാഫ് അൽഗോരിതം തുടങ്ങാണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഗ്രാഫ് ഈസ് നോട്ടഡ് ബൈ ജി ഓഫ് വി കോമ ഇ. വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെർട്ടിസസും ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എഡ്ജസും ആയിരിക്കും. വി ഓഫ് ജി ആൻഡ് ഇ ഓഫ് ജി വിൽ റെപ്രസെന്റ് ദ സെറ്റ്സ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് ഓഫ് ഗ്രാഫ് ജി. വിൽ ഓൾസോ റൈറ്റ് ജി ഈസ് ഈക്വൽ ടു വി കോമ ഇ ടു റെപ്രസെന്റ് എ ഗ്രാഫ്. അപ്പൊ ഗ്രാഫ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ടൈപ്സിലാണ് ഉള്ളത്. അൺഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ടായിരിക്കും, ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വെയ്റ്റഡ് ഗ്രാഫ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്താണെന്നാണ് കാണിച്ചിരിക്കുക. എ ഗ്രാഫ് വിച്ച് ഹാസ് അൺഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ് ഈസ് കോൾഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ്. നമുക്കിനകത്ത് എന്താ അൺഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ് ആണെങ്കിൽ, അതായത് നമ്മൾക്കിപ്പോ ഒരു എഡ്ജ് മീൻസ് ആരോ ഇല്ലാത്ത, അതായത് ഡയറക്ഷൻ കാണിച്ചിട്ടില്ലാത്ത എഡ്ജ് ആണെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും അത് അൺഡയറക്റ്റഡ് ആണ്. അതിന് ഡയറക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു എഡ്ജ് ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ഒരു എഡ്ജ് ആണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ 1 വേ ആണോ അതോ 2 വേ ആണോ? ഇതിപ്പോ 2 വേ ആണ്, അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. നമ്മൾക്ക് ഇങ്ങനെ ഒരു എഡ്ജ് ആണ് നിങ്ങൾക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ കോമ ബി എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ബി കോമ എ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അങ്ങനെ അൺഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ് ആണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് അൺഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ് ആണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത ഗ്രാഫിനെ അല്ല നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ഓക്കെ, ദെൻ അടുത്താണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. എ ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡയഗ്രാഫ് വിച്ച് ഹാസ് ഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ്. ഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ് ഉള്ളതിനെയല്ല നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡയറക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാഫ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് കണ്ടോ ഒരു ആരോ ഇട്ടിട്ടാണ്, അതായത് ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടാണ് നമ്മൾ ബിയിലേക്ക് ഒരു എഡ്ജ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾക്ക് എ കോമ ബി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ തിരിച്ച് ബി കോമ എ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. ഇതിനൊരു ഡയറക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എഡ്ജിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഡയറക്റ്റഡ് ഗ്രാഫ് ആണ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ വേർ എ ഇസ് ദ ടെയിൽ ആൻഡ് ബി ഇസ് ദ ഹെഡ് ഓഫ് ദ എഡ്ജ്. നമുക്ക് എങ്ങോട്ടേക്കാണോ ഈ ആരോ കാണിച്ചിരിക്കുന്ന വെർട്ടിക്സിനെ നമുക്ക് എന്നു വിളിക്കാൻ പറ്റും? ഹെഡ് ഓഫ് ദ എഡ്ജ് എന്ന് പറയാൻ പറ്റും. എ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ടെയിൽ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഗ്രാഫ് ഈച്ച് എഡ്ജ് ഹാസ് ഡയറക്ഷൻ. അടുത്തത്, ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി വെയ്റ്റഡ് ഇഫ് എ നോൺ നെഗറ്റീവ് നമ്പർ കോൾഡ് വെയ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എഡ്ജ്. ഓരോ എഡ്ജിന്റെയും കൂടെ അതിന്റെ കറസ്പോണ്ടിങ് ഏതെങ്കിലും ഒരു നോൺ നെഗറ്റീവ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന നോൺ നെഗറ്റീവ് നമ്പർ ആ ഒരു എഡ്ജിന്റെ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് വെയിറ്റ് മേ റെപ്രസെന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 എഡ്ജസ്. 2 എഡ്ജസിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എഡ്ജിന്റെ വെയിറ്റിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറെ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്ജസെന്റ് നോഡാണ്. ഓക്കെ, if E of B, C represent an edge between B and C vertices,
The both B and C are called adjacent to each other. ഇപ്പം രണ്ട് വെർട്ടീസ് തമ്മിൽ ഒരു എഡ്ജ് വെച്ചിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് വെർട്ടീസസ് എന്താണെന്ന് അഡ്ജസന്റ് ടു ഈച്ച് അതർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡിഗ്രി ആണ്. ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് ഇസ് ദ നമ്പർ ഓഫ് എഡ്ജസ് കണക്റ്റഡ് ടു എ വെർട്ടെക്സ്. നമ്മൾക്ക് ഒരു വെർട്ടെക്സിനകത്തേക്ക് എത്ര എഡ്ജസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ അതായിരിക്കും ആ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതോട് നോക്കുവാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഈ ഒരു എഡ്ജിന് എത്ര ഡിഗ്രി ആയിരിക്കും, എത്ര എഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ടോ അതായിരിക്കും ഒരു ഡിഗ്രി. അപ്പൊ നോക്കും ഇതൊരു ഡിഗ്രിയാണ് 1, ഇത് സെക്കൻഡ് 1, ഇത് തേർഡ് 1. അപ്പൊ ടോട്ടൽ ഈ സി എന്ന് പറയുന്ന ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ദെൻ ഇനിയിപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ എക്ക് ആണെങ്കിൽ ഡിഗ്രി 1 ആയിരിക്കും. ഈ ഡി നോക്കുവാണെങ്കിൽ ഡിക്ക് എത്ര ഡിഗ്രി ഉണ്ടാവും, 1, 2, 3, 4 ആയിരിക്കും അതിന്റെ ഡിഗ്രി. എത്ര എഡ്ജസ് ആണോ കണക്റ്റഡ് ആയിട്ടുള്ളത് അതായിരിക്കും ആ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ദെൻ ഇനി ഇൻ ഡിഗ്രി ഉണ്ടാവും, ഔട്ട് ഡിഗ്രി ഉണ്ടാവും. ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെർട്ടെക്സിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്ന എഡ്ജിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക ഇൻ ഡിഗ്രി, അകത്തേക്ക് വരുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇൻ എ ഡയറക്റ്റഡ് ഗ്രാഫ് ഇൻ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് ഇസ് ദ നമ്പർ ഓഫ് എഡ്ജസ് എൻഡിങ് അറ്റ് ദാറ്റ് വെർട്ടെക്സ്. ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, അതായത് ബിഗിൻ ചെയ്യുന്ന ഒരു എഡ്ജ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക ഔട്ട് ഡിഗ്രി എന്ന് പറയാം. ഇപ്പൊ ഈ 1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് നോക്കുമ്പോൾ അതിനകത്ത് എത്ര ഇൻ ഡിഗ്രി ഉണ്ട്, എത്ര ഔട്ട് ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഇൻ ഡിഗ്രി ഒന്നുമില്ല, എല്ലാം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്, സ്റ്റാർട്ടിങ് എഡ്ജസ് ആണ് എല്ലാം അല്ലെ. അപ്പൊ ഇതെല്ലാം ഔട്ട് ഡിഗ്രീസ് ആണ്. അപ്പൊ 1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിന് 1, 2, 3 ഔട്ട് ഡിഗ്രി ആണുള്ളത്. ഇനി 2ന് നോക്കുവാണെങ്കിൽ 2ന് 1 ഇൻ ഡിഗ്രി ഉണ്ട്, 2 ഔട്ട് ഡിഗ്രി ഉണ്ട്. ഇനി 7 നോക്കുവാണെങ്കിൽ 7 അതാണ് 2 ഇൻ ഡിഗ്രി ആണുള്ളത്, 1 ഔട്ട് ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വെർട്ടെക്സിലേക്ക് എൻഡ് ചെയ്യുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ ഡിഗ്രി എന്ന് വിളിക്കുക. ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ എഡ്ജസിൽ നിന്ന് ബിഗിൻ ചെയ്യുന്ന വെർട്ടെക്സ് എഡ്ജ് ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഒരു പാത്താണ്. എ പാത്ത് ഈസ് എ സീക്വൻസ് ഓഫ് വെർട്ടീസസ് ഈച്ച് അഡ്ജസന്റ് ടു നെക്സ്റ്റ്. അതായത് നമ്മളൊരു ഇപ്പൊ ഒരു വെർട്ടെക്സിൽ നിന്ന് അടുത്തൊരു വെർട്ടെക്സിലേക്ക് നമുക്ക് പോകണം. ഏത് പാത്താണ് അല്ലെങ്കിൽ ഏത് അഡ്ജസന്റ് നോഡ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയതെന്ന് നോക്കുക. അപ്പൊ ആ ഒരു പോയ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് വെർട്ടീസസിനെയാണ് എന്തെന്ന് വിളിക്കുക പാത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സൈക്കിൾ ആണ്. സൈക്കിൾ ഈസ് എ പാത്ത് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സെയിം വെർട്ടെക്സ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്താണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം വെർട്ടെക്സിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതെന്താണെന്ന്, അതൊരു സൈക്കിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് നോക്കിയാട്ടെ, ഇവിടുന്ന് 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 0യിലേക്ക് പോയി, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2ലേക്ക് പോകുന്നു, ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുക. ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ എഡ്ജ് ഹൂസ് എൻഡ് പോയിന്റ്സ് ആർ സെയിം. ലൂപ്പ് എന്ന് പറയുന്നത് അതിനൊരു എഡ്ജ് ആണ്, എഡ്ജിന്റെ എൻഡ് പോയിന്റ്സ് സെയിം ആണെങ്കിൽ, അതായത് 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 3ലേക്ക് തന്നെ വന്നു, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി കണക്റ്റഡ് ഗ്രാഫ് ആണ്. കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോഡിൽ നിന്ന് ആ ഗ്രാഫിൽ ഏതൊരു നോഡിലേക്കും റീച്ച് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന്. ഇതിപ്പോ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് കണക്റ്റഡും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. കാരണം കണ്ടോ, ഡി എന്ന് പറഞ്ഞൊരു നോഡ് അതിനകത്തുണ്ട്, പക്ഷെ നമുക്കത് റീച്ചബിൾ അല്ല അല്ലെ, ഒരു നോഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുക. കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാഫിനകത്തുള്ള ഏത് നോഡിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്തതിന് കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. എ ഗ്രാഫ് ഈസ് കംപ്ലീറ്റ് ഇഫ് എനി നോഡ് ഇൻ ദ ഗ്രാഫ് ഈസ് അഡ്ജസന്റ് ടു ഓൾ ദ നോഡ്സ് ഓഫ് ദ ഗ്രാഫ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ആൻ എഡ്ജ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് നോഡ്സ് ഇൻ ദ ഗ്രാഫ്. നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിച്ചവരാണെങ്കിൽ അതിനകത്ത് മെഷ് ടോപ്പോളജി അറിയായിരിക്കും. അതായത് ഏതൊരു നോഡ് എടുത്താലും ആ നോഡ് ബാക്കി എല്ലാ നോഡ്സുമായിട്ടും ഡയറക്ട്ലി കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെയാണ് മെഷ് ടോപ്പോളജി. പഠിച്ചവരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പഠിക്കുന്ന ഒരു ടേം ആണ്, ടോപ്പോളജി പഠിക്കുന്ന ടേം ആണ് മെഷ് ടോപ്പോളജി എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിനകത്തും കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാഫിനകത്ത് ഏതൊരു നോഡ് നമ്മൾ എടുത്താലും ആ നോഡ് ബാക്കി എല്ലാ നോഡുമായിട്ടും അഡ്ജസന്റ് ആയിരിക്കും, എല്ലാ നോഡുമായിട്ടും ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പൊ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. ഏതൊരു നോഡ് എടുത്താലും എയിൽ നിന്ന് ഡിയിലേക്ക് നോക്കിയാലും അതിനകത്ത് അതുമായിട്ടൊരു അഡ്ജസന്റ് പെയർ ആണ്. എയും ബിയും അഡ്ജസന്റ് ആണ്, ബിയും സിയും അഡ്ജസന്റ് ആണ്, എയും ബിയും അഡ്ജസന്റ് ആണ്, എയും ബിയും അഡ്ജസന്റ് ആണ്, ബിയും ഡിയും അഡ്ജസന്റ് ആണ്, ബിയും സിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസന്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെന്ന് പറയാം.
അതേപോലെ തന്നെ ഇത് നോട്ട് കംപ്ലീറ്റ് ആണ്. അതായത് എയിൽ നിന്ന് ഡിയിലേക്ക് ബിയിൽ നിന്ന് സിയിലേക്ക് ഡയറക്ട്ലി കണക്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റില്ല, അതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ദെൻ അടുത്തത് സൈക്ലിക് ഗ്രാഫ് ആണ്. എ ഗ്രാഫ് ഹാവിംഗ് സൈക്കിൾ ഈസ് കോൾഡ് സൈക്കിൾ ഗ്രാഫ്. എ ക്ലോസ്ഡ് സിമ്പിൾ പാത്ത് ഈസ് എ സൈക്കിൾ. അപ്പൊ സൈക്കിൾ ഗ്രാഫ് എന്നൊന്ന് മനസ്സിലായാലും ആ ഗ്രാഫിനകത്ത് എന്തുണ്ടായിരിക്കണം, സൈക്കിൾ ഉണ്ടെങ്കിൽ എ ഗ്രാഫ് ഹാവിംഗ് സൈക്കിൾ ഈസ് കോൾഡ് സൈക്കിൾ ഗ്രാഫ്. നമ്മളുടെ ഒരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു സൈക്കിൾ ഗ്രാഫ് ആണ്. നോക്കുവാണെങ്കിൽ ഇതിപ്പോ സൈക്കിൾ ആണ് അല്ലെ, ക്ലോസ്ഡ് ആണ്. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ സൈക്കിൾ ഇല്ലാത്തൊരു ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾക്ക് മെയിൻ ആയിട്ട് ടേംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ടും ഗ്രാഫിനെ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ റെപ്രസെന്റേഷനും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷനും ആണ്. അതിന് പറയുന്ന മറ്റൊരു ടേം ആണ് സീക്വൻഷ്യൽ റെപ്രസെന്റേഷൻ പറയുന്ന മറ്റൊരു ടേം ആണ് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയും. ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസൻസി ലിസ്റ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സീക്വൻഷ്യൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ പേര് പോലെ തന്നെ നമ്മൾ ഇതിനകത്തൊരു മെട്രിക്സ് ആണ് യൂസ് ചെയ്യുക. ഈ മെട്രിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിന്റെ രണ്ട് വെർട്ടിസസ് തമ്മിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ എഡ്ജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വെയിറ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആ ഒരു എഡ്ജിന്റെ വെയിറ്റ് ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി വെയിറ്റ്സ് അല്ല, ഇപ്പം അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്, വെയിറ്റ് ഇല്ലാത്ത ഗ്രാഫ് ആണ്, നോൺ വെയിറ്റഡ് ഗ്രാഫ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയിറ്റിന് പകരം എന്തായിരിക്കും ഇടുക, വൺസ് അല്ലെങ്കിൽ സീറോസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ അതിനകത്തേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിനെ ഇപ്പൊ ഞാൻ എത്ര നോട്ട്സ് ഉണ്ടെന്നാണ് നോക്കുക. എ ബി സി ഡി ഇ 5 നോട്ട്സ് ആണുള്ളത്. അപ്പൊ ആ 5 നോട്ട്സിനെ കറസ്പോണ്ടിങ് ആ ഒരു 5 നോഡ് ആയതുകൊണ്ട് 5 നോഡിനെ റോസും കോളംസും ഉള്ള ഈ 5 നോഡിന്റെ റോസും കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 2 നോഡുകൾ നമ്മൾ എടുക്കുന്നു. ഇപ്പൊ എയും സിയും ഞാൻ എടുക്കുകയാണ്. എയും സിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ 1 എന്നിടും. ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും ഇടുക. ആദ്യം നമ്മൾ നോക്കുകയാണ് എയിൽ നിന്ന് എയിലേക്ക് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, എയിൽ നിന്ന് എയിലേക്ക് ഒരു എഡ്ജും ഇല്ലാത്തത് കാരണം അവിടെ 0 എന്നിട്ടു. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് വല്ല എഡ്ജും ഉണ്ടോ നോക്കി, എയിൽ നിന്ന് ബിയിലേക്ക് എനിക്ക് എഡ്ജ് ഉണ്ട്, അപ്പൊ അവിടെ എന്തെന്ന് കിട്ടി 1 എന്നിടും. ദെൻ ഇനി എയിൽ നിന്ന് അടുത്ത നോക്കുന്നത് സിയിലേക്കാണ്. എയിൽ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഒന്നും ഇല്ല, അപ്പൊ അവിടെ എന്തിടും 0 എന്നിടും. ദെൻ എയിൽ നിന്ന് ഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, 0 എന്നിടും. ദെൻ എയിൽ നിന്ന് ഇയിലേക്ക് നോക്കുമ്പോൾ ഡയറക്റ്റ് എഡ്ജ് ഉണ്ട്, 1 എന്നിടും. ദെൻ അടുത്ത നോക്കുന്നത് ബിയിൽ നിന്നാണ്. ബിയിൽ നിന്ന് എയിലേക്ക് എഡ്ജ് വല്ലതും ഉണ്ടോ, അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്, ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. അപ്പൊ എന്ത് ചെയ്തു, ബിയിൽ നിന്ന് എയിലേക്ക് എഡ്ജ് ഉണ്ട്, 1 എന്നിട്ടു. ബിയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടോ, ബിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൂപ്പ് ഉണ്ട്, ബിയിൽ നിന്ന് ബിയിലേക്ക് എഡ്ജ് ഉണ്ട്, അവിടെയും 1 എന്നിട്ടു. ബിയിൽ നിന്ന് സിയിലേക്ക് എഡ്ജ് ഉണ്ട്, 1 എന്നിട്ടു. ബിയിൽ നിന്ന് ഡിയിലേക്ക് എഡ്ജ് ഉണ്ട്, 1 എന്നിട്ടു. ബിയിൽ നിന്ന് ഇയിലേക്ക് നോ എഡ്ജ് ആണ്, 0. ദെൻ സി ടു എ നോ എഡ്ജ് ആണ്, 0. സി ടു ബി എഡ്ജ് ഉണ്ട്, 1. സി ടു സി എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, 0. സി ടു ഡി 1 ആണ്, സി ടു ഇ 0. ദെൻ ഡിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഡി ടു എ നോ എഡ്ജ് ആണ്, 0. ഡി ടു ബി എഡ്ജ് ഉണ്ട്, 1. ഡി ടു സി എഡ്ജ് ഉണ്ട്, 1. ഡി ടു ഇ എഡ്ജ് ഉണ്ട്, 1. സോറി, ഡി ടു ഡി എഡ്ജ് ഇല്ല, 0. ഡി ടു ഇ എഡ്ജ് ഉണ്ട്, 1. ദെൻ ഇയിൽ നിന്ന് നോക്കുമ്പോൾ ഇ ടു എ എഡ്ജ് ഉണ്ടോ, ഉണ്ട്. ഇ ടു ബി നോ എഡ്ജ് ആണ്, 0. ഇ ടു സി നോ എഡ്ജ് ആണ്, 0. ഇ ടു ഡി എഡ്ജ് ഉണ്ട്, 1. ഇ ടു ഇ നോ എഡ്ജ് ആണ്, 0. ഇങ്ങനെ ആയിരിക്കും നമ്മൾ അഡ്ജസൻസി മെട്രിക്സിനകത്തേക്ക് നമ്മൾ വാല്യൂസിനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ടത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിരുന്നു. ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എന്തായിരിക്കും വരിക എന്ന് നോക്കാം. ഇപ്പം ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ആയതുകൊണ്ട് ഇവിടെയാണ് ആരോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എഡ്ജ് ഉണ്ടാവും, പക്ഷെ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് എഡ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, 0 ആയിരിക്കും വരിക. അത് നമുക്ക് നോക്കാം. എ ടു എ എഡ്ജ് ഉണ്ടോ, ഇല്ല, 0 ആണ്. ദെൻ എയിൽ നിന്ന് ബിയിലേക്ക് എഡ്ജ് ഉണ്ടോ, എഡ്ജ് ഉണ്ട്, 1. എ ടു സി നോ എഡ്ജ് ആണ്, 0. എ ടു ഡി നോ എഡ്ജ് ആണ്, 0. എ ടു ഇ എഡ്ജ് ഉണ്ട്, 1. ഇനി ബിയിൽ നിന്ന് നോക്കുമ്പോൾ ബി ടു എ നോ എഡ്ജ് ആണ്, 0. കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്കാണ് എഡ്ജ് ഉള്ളത്, പക്ഷെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എഡ്ജ് ഇല്ല, 0 ആണ്. ബി ടു ബി നോ എഡ്ജ് ആണ്, 0. ബി ടു സി എഡ്ജ് ഉണ്ട്, 1.
ബി ടു ഡി എഡ്ജ് ഉണ്ട് 1, ദെൻ ബി ടു ഇ നോ എഡ്ജ് ആണ് 0. സി എടുക്കുകയാണെങ്കിൽ സി ടു എ നോ എഡ്ജ് ആണ് 0, സി ടു ബി നോ എഡ്ജ് ആണ് 0, സി ടു ഡി എഡ്ജ് ഉണ്ട്, സി ടു ഇ സി ടു ഡി സി ടു സി 0 ആണ്, സി ടു ഡി എഡ്ജ് ഉണ്ട് 1, സി ടു ഇ നോ എഡ്ജ് ആണ് 0. ദെൻ ഡി എടുത്തു, ഡിയിൽ നിന്ന് എങ്ങോട്ടും ഇല്ല, എല്ലാം ഇൻ ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഔട്ട് ഡിഗ്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം 0 ആയിരിക്കും, എങ്ങോട്ടും ഇല്ല, എല്ലാം 0 ആണ്. ഇയിൽ നിന്ന് എടുക്കുമ്പോൾ ഇയിൽ നിന്ന് എയിലേക്ക് 0 ആണ്, ബിയിലേക്ക് 0 ആണ്, ദെൻ സിയിലേക്കും 0 ആണ്, ഡിയിലേക്ക് 1 ഉണ്ടാവും, ഇയിലേക്കും 0 ആയിരിക്കും. ഇതാണ് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അഡ്ജസൻസി മെട്രിക്സിനെ നമ്മൾ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിനെ സീക്വൻഷ്യൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അഡ്ജസൻസി മെട്രിക്സ് വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ വെയിറ്റഡ് ഗ്രാഫ് ആണെങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ 1 ഉം 0 ഉം ആയിരിക്കും ഇടുക, പകരം അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റുകളായിരിക്കും ഇട്ട് കൊടുക്കുക. നമ്മൾ എയിൽ നിന്ന് എയിലേക്ക് 0 ആണ്, എയിൽ നിന്ന് ബിയിലേക്ക് ഇട്ട് നോക്കുമ്പോൾ കൊടുക്കേണ്ട വാല്യൂ ഉണ്ടാവും. നമ്മൾ നേരത്തെ 1 എന്ന് ഇട്ട് കൊടുത്തതിന് പകരം അവിടുത്തെ വെയിറ്റ് ആയിരിക്കും ഇട്ട് കൊടുക്കുക, 4 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കും. പിന്നെ എയിൽ നിന്ന് സിയിലേക്ക് വാല്യൂ എഡ്ജില്ല 0, എയിൽ നിന്ന് ഡിയിലേക്ക് എഡ്ജില്ല 0, എയിൽ നിന്ന് ഇയിലേക്ക് വരുമ്പോൾ 7 എന്ന് ഇടും. അതിന്റെ വെയിറ്റ് ആണ്, ആ ഒരു എഡ്ജിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7 ആയതുകൊണ്ട് 7 ഇട്ട് കൊടുക്കും. ദെൻ അടുത്തത് നോക്കുമ്പോൾ ബിയിൽ നിന്നാണ്, ബിയിൽ നിന്ന് എയിലേക്ക് 4 0, ദെൻ സിയിലേക്ക് പോകുമ്പോൾ 3, ഡിയിലേക്ക് പോകുമ്പോൾ 14, ഇയിലേക്ക് എഡ്ജ് ഒന്നുമില്ല 0. ദെൻ സിയിൽ നിന്ന് നോക്കുമ്പോൾ സിയിൽ നിന്ന് എയിലേക്ക് ഒന്നുമില്ല 0, ബിയിലേക്ക് 3, ഡിയിലേക്ക് സിയിലേക്ക് 0, ഡിയിലേക്ക് 6, ദെൻ ഇയിലേക്ക് ഒന്നുമില്ല 0. ദെൻ ഡിയിൽ നിന്ന് നോക്കുമ്പോൾ ഡിയിൽ നിന്ന് എയിലേക്ക് ഇല്ല 0, ബിയിലേക്ക് 14, സിയിലേക്ക് 6, ഡിയിലേക്ക് 0, ഇയിലേക്ക് 9. ദെൻ ഇ നോക്കുവാണെങ്കിൽ എയിലേക്ക് 7, ദെൻ ബിയിലേക്ക് ഇല്ല, സിയിലേക്ക് ഇല്ല, ഡി 9, ഇ 0. ഇങ്ങനെയായിരിക്കും വെയിറ്റഡ് ഗ്രാഫ് ആകുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇതാണ് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുക. ഇനി അഡ്ജസൻസി ലിസ്റ്റ് ഉണ്ട്. അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോട്ട്സ്, ഇപ്പൊ നോഡ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ സ്ട്രക്ചറിനകത്ത് പഠിക്കുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അതായത് നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയാ, ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയാൻ നമുക്ക് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ഇതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇതിനകത്തുള്ള വാല്യൂസിനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുക, നമ്മൾ അതിനകത്തുള്ള ഡേറ്റാസിനെ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുക, അതിനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയാ. അപ്പൊ ലിങ്ക് ലിസ്റ്റിനകത്തേക്ക് നമ്മളൊരു നോഡ് എന്നാണ് അതിനെ വിളിക്കുക. ലിങ്ക് ലിസ്റ്റിനകത്തെ ഓരോ എലമെന്റ് നമ്മൾ നോഡ് എന്നാണ് വിളിക്കുക. ആ നോഡിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിൽ നമ്മൾ ഡേറ്റ പാർട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാർട്ട് എന്ന് വിളിക്കും. റൈറ്റ് സൈഡിലുള്ള അടുത്ത പാർട്ടിനെ നമ്മൾ നെക്സ്റ്റ് പോയിന്റർ ഫീൽഡ് അല്ലെങ്കിൽ ലിങ്ക് പാർട്ട് എന്നായിരിക്കും വിളിക്കുക. ആ ലിങ്ക് പാർട്ടിൽ നമ്മൾ കിടക്കുന്നത് നമ്മുടെ അതിനകത്തുള്ള ലിങ്ക് പാർട്ടിനകത്ത് ഇട്ടേക്കുന്നത് നമ്മുടെ അതിനകത്ത് നെക്സ്റ്റ് പോയിന്റർ ഫീൽഡ്, അടുത്ത വാല്യൂ എവിടെയാണോ കിടക്കുന്നത് അതിന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ ഈ ലിങ്ക് ഫീൽഡിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഇതിനകത്ത് ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ലിങ്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും, ലിങ്ക് ലിസ്റ്റിനകത്ത് ഓരോ നോഡ് ബൈ നോഡ് ആയിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പൊ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടെക്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഡയറക്റ്റ് എഡ്ജ് ഉള്ള ഏതൊക്കെ വെർട്ടീസസ് ഉണ്ടോ ആ വെർട്ടീസസിനെ എല്ലാം നമ്മൾ ലിങ്ക് ലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ആയിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് ഈ അഡ്ജസൻസി ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മൾ ഇത് നോക്കുമ്പോൾ ABCDE എന്ന് പറയുന്നൊരു ഗ്രാഫാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ എ എന്ന ഇതാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുക. അപ്പൊ നോക്കുമ്പോൾ ABCDE ആദ്യമേ നിങ്ങൾ ഇതിന്റെ ഹെഡേഴ്സ് എല്ലാം നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. എ എന്ന് പറയുന്ന നോഡുണ്ട്, ബി അതെല്ലാം ഹെഡർ ആണ്, ABCDE ഇത്രയുമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഗ്രാഫിനകത്തുള്ള ഇത്രയും നോട്ട്സ് ആണ് നമുക്കുള്ളതെന്നാണ് ഇതിന്റെ മീനിങ്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് എയിൽ നിന്ന് ആരൊക്കെയുണ്ട്, എയിൽ നിന്ന് ഡയറക്റ്റ് എഡ്ജ് ഉള്ള ഏതൊക്കെ നോഡുകളാണുള്ളതെന്നാണ് നോക്കുക. അപ്പൊ നോക്കുമ്പോൾ എയിൽ നിന്ന് ഡയറക്റ്റ് എഡ്ജ് ഉള്ളത് ബിക്കും ഇക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഒരു ആരോ ഇട്ട് ഞാൻ ബിയെ കൊടുത്തു, ബിയിൽ നിന്ന് ഒരു ആരോ ഇട്ട് ഇയിലേക്ക് കൊടുത്തു. അതിനകത്ത് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് ഇയിലേക്ക് പോയി എന്നല്ല, എയിൽ നിന്ന് എ എന്ന് പറയുന്ന ഹെഡറിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, ഇയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ അതിന്റെ മീനിങ്. അല്ലാതെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, ബിയിൽ നിന്ന് ഇയിലേക്ക് എത്തി അങ്ങനെയല്ല. അത് നമ്മുടെ ഡേറ്റാ സ്ട്രക്ചറിനകത്താണ് നമ്മൾ ആ ഒരു കണക്ഷൻ ഇതിന്റെ മീനിങ് അങ്ങനെയാണെന്ന് പറയും. ഇതിനകത്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, ഇയിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. അങ്ങനെ വേണം നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ. ദെൻ ബി എന്ന് പറയുന്ന ഒരു നോഡ് എടുത്തു. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന നോഡിൽ നിന്ന് എങ്ങോട്ടൊക്കെ എഡ്ജ് ഉണ്ട്, എയിലേക്ക് എഡ്ജ് ഉണ്ട്, സിയിലേക്ക് എഡ്ജ് ഉണ്ട്,
ഡിയിലേക്ക് എത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ആദ്യം ഞാൻ എ വരച്ചു. എയിൽ നിന്ന് പിന്നെ അടുത്ത നോഡ് സി ആണ്. സി കഴിഞ്ഞിട്ട് അടുത്ത നോഡ് ഡി ആണ്. ഇനി അങ്ങോട്ട് നോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ലാസ്റ്റ് നോഡ് അവിടെ ഞാൻ നള്ളാക്കി വരച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് സി ആണ്. സിയിൽ നിന്ന് ഡയറക്റ്റ് എഡ്ജ് ഉള്ളത് ബിക്കും ഉണ്ട് ഡിക്കും ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ ബി എ വരച്ചു, ദെൻ ഡി എ വരച്ചു. ആദ്യം ഡി വരച്ചിട്ട് ബി വരച്ചാലും ഒരു പ്രശ്നവും ഇല്ല. എങ്ങനെ വേണം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. ദെൻ ഡി എടുത്തു. ഡിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് അല്ലെ ഡയറക്റ്റ് എഡ്ജ് ഉള്ളത് ബി സി ഇ. ദെൻ ഇയിൽ നിന്നുള്ളത് എ ഡി. ഇങ്ങനെയായിരിക്കും ലിങ്ക് ലിസ്റ്റ് അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ. ഇനി ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങോട്ടേക്കാണോ നമ്മൾ ആരോ ഇട്ടേക്കുന്നത് അവിടേക്ക് മാത്രമേ നമുക്ക് എഡ്ജ് ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് നമ്മൾ അതിന്റെ എഡ്ജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അപ്പൊ അതിന്റെ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. നോക്കിയാട്ടെ, എ എന്ന് പറയുന്ന ഒരു നോഡിൽ നിന്ന് നോക്കിയാട്ടെ ഡയറക്റ്റ് കണക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുണ്ട് എഡ്ജ്, ഇയിലേക്കുണ്ട് എഡ്ജ്, ബിയും എയും വരച്ചു. ദെൻ ബിയിൽ നിന്ന് എഡ്ജ് ഉള്ളത് എങ്ങോട്ടേക്കാണ്, സിക്കും ഡിക്കും മാത്രമേ ഉള്ളൂ. സിയിലേക്കും ഡിയിലേക്കും മാത്രമേ ഉള്ളൂ. എയിലേക്ക് നമ്മൾ നേരത്തെ എയിലേക്കും വരച്ചിരുന്നു, അൺഡയറക്റ്റഡ് നമ്മൾ എയിലേക്ക് വരച്ചിരുന്നു. ഇവിടെ നമ്മൾ എയിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് ഡയറക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട്. ബിയിൽ നിന്ന് അപ്പൊ എങ്ങോട്ടേക്കൊക്കെയുള്ള എഡ്ജ്, സിയിലേക്കും ഡിയിലേക്കും. പിന്നെ സിയിൽ നോക്കിയാൽ സിയിൽ നിന്ന് എഡ്ജ് ഉള്ളത് ഡിക്ക് മാത്രമാണ്, അത് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഡിയിൽ നിന്ന് നോക്കിയാൽ ഡിയിൽ നിന്ന് ആർക്കും ഇല്ല, എങ്ങോട്ടേക്കും എഡ്ജ് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ നള്ളാണ്. ഡിയിൽ നിന്ന് എങ്ങോട്ടേക്കും എഡ്ജ് ഇല്ല. ദെൻ ഇ നോക്കിയപ്പം ഇയിൽ നിന്ന് ഡിയിലേക്ക് മാത്രമാണ് എഡ്ജ്, അത് ഡിയിലേക്ക് വരച്ചിട്ടുണ്ട്. ഇതാണ് അഡ്ജസൻസി ലിസ്റ്റ് ഓഫ് ഡയറക്റ്റഡ് ഗ്രാഫ്. ഇത്രയുമാണ് നിങ്ങൾക്ക് റെപ്രസെന്റേഷൻ മെട്രിക്സിന്റെ ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ, മെമ്മറി റെപ്രസെന്റേഷൻ ആ രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. സീക്വൻസ് റെപ്രസെന്റേഷനും ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷനും. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത നമുക്കിനി പഠിക്കാനുള്ളത് ഗ്രാഫിന്റെ ട്രാവേഴ്സൽസ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഗ്രാഫ് ട്രാവേഴ്സൽസ്. ഇപ്പൊ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നോഡിനെ അല്ലെ നമ്മുടെ ഗ്രാഫിനകത്തിരിക്കുന്ന ഓരോ നോട്ട്സിനെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാവേഴ്സൽ എന്ന് പറയുക. നമ്മൾ ഏതൊക്കെ നോട്ട്സ് ഉണ്ട്, ഏത് വെർട്ടിസസ് ഉണ്ട് എന്നൊക്കെയുള്ള അല്ലെ അതിൽ ഏത് രീതിയിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഏതൊക്കെ നോട്ട്സ് ഉണ്ട്, അതായത് ഗ്രാഫിനകത്ത് ഏതൊക്കെ നോട്ട്സ് ആണുള്ളത് അതിനെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാവേഴ്സൽ എന്ന് പറയുക. അപ്പൊ മെയിൻ ആയിട്ട് ഗ്രാഫ് ട്രാവേഴ്സൽസ് നമ്മുടെ ഈ ഒരു ഗ്രാഫിനകത്ത് രണ്ട് ട്രാവേഴ്സൽസ് ആണുള്ളത്, ബി എഫ് എസും ഡി എഫ് എസും. അതെന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ട്രീക്ക് ഒരു ട്രാവേഴ്സൽ ഉണ്ടായിരുന്നു. ട്രീ ഒക്കെ നിങ്ങൾ ഡേറ്റാ സ്ട്രക്ചറിനകത്ത് പഠിച്ചതാണ്. ആ ട്രീ ട്രാവേഴ്സലും ഗ്രാഫും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രീക്ക് ഒരു റൂട്ട് ഉണ്ടാവും, എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് നോഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്നായിരിക്കും നമ്മൾ എപ്പോഴും ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്രാഫിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടിംഗ് നോഡൊന്നും ഇല്ല. ഏത് നോഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന നോഡിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഏത് നോഡ് ഇഷ്ടമാണോ, അല്ല ഏത് നോഡിൽ നിന്നാണോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നത് ആ നോഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാവേഴ്സൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നോഡ് അല്ലെങ്കിൽ ഞാൻ അടുത്തത് എങ്ങോട്ടേക്കാണോ ഞാൻ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് എന്റെ സീക്വൻസ് മാറിയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഏത് നോഡ് സെലക്ട് ചെയ്ത് പോകുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സീക്വൻസ് പോവുക. അപ്പൊ ഇങ്ങനൊരു പക്ഷെ നമ്മൾ പഠിച്ച സമയത്ത്, അല്ലെ ട്രീ നിങ്ങൾ യൂസ് ചെയ്ത സമയത്ത് 3 ട്രാവേഴ്സൽസ് ഉണ്ടായിരുന്നു. ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ എന്നാണ് ഈ 3 ട്രാവേഴ്സൽ എടുക്കുമ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിംഗ് നോഡിൽ നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് നോഡ് ഉണ്ടല്ലോ, ആ ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്നായിരിക്കും നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഒരു പർട്ടിക്കുലർ ട്രാവേഴ്സൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആര് ചെയ്താലും അതിന്റെ സീക്വൻസ് സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതിങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സീക്വൻസ് ഇപ്പൊ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അതിന്റെ സീക്വൻസ് എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ട്രാവേഴ്സൽ നമ്മളെങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടിംഗ് നോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തത് ഏത് വേണം നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഓരോ തവണ എടുക്കുന്നതും അല്ലെ എടുക്കുന്നതിന്റെ സീക്വൻസ് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ട്രീക്കകത്ത് നമ്മൾ ഒരു നോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ നമുക്ക് അതിന്റെ ഒരു സീക്വൻസ് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഫുൾ നോഡ് ഒറ്റയടിക്ക് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ട്രീക്കകത്ത് പറ്റുമായിരുന്നു. സ്റ്റാർട്ട് ഓടി എടുക്കുന്നു, അവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നു, ലെഫ്റ്റ് കഴിഞ്ഞിട്ട് റൈറ്റിൽ പോയി, റൈറ്റിൽ നിന്ന് വീണ്ടും റൂട്ടിൽ പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ച് ആ ട്രീയിലുള്ള ഏതൊക്കെ നോഡുകളുണ്ടോ ആ നോഡുകളിലേക്കെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് ട്രീയിൽ പറ്റുമായിരുന്നു. പക്ഷേ ഗ്രാഫ് വരുമ്പോൾ അങ്ങനെയില്ല. ഒരു നോഡിൽ നിന്ന് റീച്ചബിൾ ആയിട്ടുള്ള ഏതൊക്കെ നോഡ്സ് ആണോ ഉള്ളത് അവിടേക്ക് മാത്രമേ നമുക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ചെല്ല് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ചിലപ്പം കണക്ഷൻ ഉണ്ടാവണമെന്നില്ല, എഡ്ജസ് വേണം, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള എഡ്ജസ് കാണണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു ഡെഡ് എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് വേറെ എവിടെയെങ്കിലും അൺവിസിറ്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കാം, നമ്മൾ വിസിറ്റ് ചെയ്യാത്ത നോട്ട്സ് വേറെ ഉണ്ടാവാം. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, തിരികെ നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും അടുത്തൊരു നോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് നോഡാക്കി വെച്ച് നമ്മൾ വീണ്ടും ബാക്കി ട്രാവേഴ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു കേസുകളും വന്നേക്കാം. അപ്പൊ ഇത് നമ്മളെ എങ്ങനെ നമ്മുടെ എല്ലാ നോട്ട്സും വിസിറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി കണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഫോർമാറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഈ ഗ്രാഫ് ട്രാവേഴ്സൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഇൻ ട്രീ വൈൽ ട്രാവേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ട്രീക്കകത്ത് നമ്മൾ ഒരിക്കൽ ട്രാവേഴ്സ് ചെയ്തൊരു നോഡിനെ നമ്മൾ പിന്നെ കാണില്ല, അല്ലേ? ലെഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ്, അതൊരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ റൂട്ട്, എങ്ങനെയാണോ നമ്മളൊരു ഫോർമാറ്റ് നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മൾ വിസിറ്റ് ചെയ്തൊരു നോഡിനെ നമ്മൾ പിന്നെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഏതിനകത്ത് വരുന്നില്ല, നമുക്ക് ട്രീക്കകത്ത് വരുന്നില്ല. പക്ഷേ ഗ്രാഫിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഓരോ തവണയും ചെല്ലുമ്പോൾ അല്ലെ നമ്മൾ അടുത്തൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തു കഴിയുമ്പോൾ അല്ലെ തിരിച്ചു വന്ന് അടുത്തൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങുന്ന നേരത്തിന് നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത നോഡിനെ തന്നെ നമ്മൾ വീണ്ടും ചെന്ന് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റഡ് നോട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളത് വിസിറ്റ് ചെയ്തതാണ് അല്ലെ വിസിറ്റ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും അതിനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വിസിറ്റ് ചെയ്ത നോഡിനെ വീണ്ടും വിസിറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ വർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഗ്രാഫും ട്രീയും ട്രാവേഴ്സിൽ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മളിനകത്ത് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സ് ആണ് ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ചും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ആണ്. BFS ഉം DFS എന്നും പറയാറുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം traverses a graph in a depthward motion and uses a stack to remember to get the next vertex to start the search when dead end occurs in any iteration. അപ്പൊ നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെപ്ത് വേർഡ് മോഷനിലാണ്, പേര് പോലെ തന്നെ ഡെപ്ത് വേർഡ് മോഷനിൽ ട്രാവേഴ്സ് ചെയ്ത് പോകുന്ന ഒരു അൽഗോരിതമാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ആണ്. സ്റ്റാക്കിന്റെ പ്രത്യേകത അറിയാലോ. സ്റ്റാക്ക് എന്ന് പറയുന്നതും ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അപ്പൊ സ്റ്റാക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിക്കകത്തേക്ക് നമ്മളൊരു എന്താ പറയാ നമ്മൾ അതിന്റെ മെമ്മറി എങ്ങനെ നമ്മൾ കോപ്പി അല്ലെ നമ്മൾ എങ്ങനെ അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബ്രൗസർ നമ്മളിങ്ങനെ ഓരോ പേജുകൾ നമ്മൾ അകത്തേക്ക് കടന്നു പോവാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ബാക്ക് ആരോ ഇല്ലേ, നമ്മുടെ ബ്രൗസറിൽ ബാക്ക് ആരോ ഇല്ലേ, ബാക്ക് ആരോ വർക്ക് ചെയ്യുന്നത് സ്റ്റാക്ക് ഫോർമാറ്റിലാണ്. അതെന്തായിരിക്കും,
അതിന് തൊട്ട് മുമ്പത്തേത് പുറകോട്ടായിരിക്കും അത് പോവുക അല്ലെ. അതായത് ഏറ്റവും അവസാനം നമ്മൾ ഓപ്പൺ ചെയ്ത പേജ് ആയിരിക്കും ആദ്യം ഇറങ്ങി പോകുന്നത് അല്ലെ. ലാസ്റ്റിൽ ഇൻപുട്ട് ആയതിനെ ലാസ്റ്റ് ഇൻപുട്ട് ചെയ്തതിനെ നമ്മൾ ഏറ്റവും അവസാനമേ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയാ. അതിൽ വേറെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ പോവാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ വെയിറ്റർ കിച്ചണിൽ പോയിട്ട് പ്ലേറ്റ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റാക്ക് അടുക്കി വെച്ചുകൊണ്ട് വരിക എന്ന് കരുതുക. അപ്പം വെയിറ്റർ കിച്ചണിൽ നിന്ന് ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു, അതിന്റെ മുകളിൽ അടുത്ത പ്ലേറ്റ് വെച്ചു, അതിന്റെ മുകളിൽ അടുത്ത പ്ലേറ്റ് വെച്ചു. അപ്പൊ നമ്മുടെ ടേബിളിലേക്ക് വരുമ്പം പുള്ളി ആദ്യം പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ ഔട്ട് ചെയ്യുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലിരിക്കുന്നതാണ്. അതായത് വെയിറ്റർ ലാസ്റ്റിൽ ഇൻപുട്ട് ചെയ്ത പ്ലേറ്റ് ആയിരിക്കും ഫസ്റ്റിൽ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടായിരിക്കും സെക്കൻഡ് പ്ലേറ്റ് എടുക്കുന്നു. എന്നിട്ട് ഫസ്റ്റിൽ എടുത്ത് വെച്ച പ്ലേറ്റ്, ഫസ്റ്റില് വെയിറ്ററിന്റെ കയ്യിലിരുന്ന പ്ലേറ്റ് ഏറ്റവും ലാസ്റ്റിലായിരിക്കും നമ്മുടെ ടേബിളിലേക്ക് പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഔട്ട് ചെയ്ത് വരിക. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചറിനാണ് നമ്മൾ സ്റ്റാക്ക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് വിളിക്കുക. അപ്പൊ ഇതിനകത്ത് ഈ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം അല്ലെങ്കിൽ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഡേറ്റാ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിനകത്ത് യൂസസ് എ സ്റ്റാക്ക് ടു റിമെമ്പർ ടു ഗെറ്റ് ദ നെക്സ്റ്റ് വെർട്ടെക്സ് ടു സ്റ്റാർട്ട് ദ സെർച്ച്. ഇപ്പൊ നമ്മൾ അടുത്ത വെർട്ടെക്സ് ഏതിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് നോക്കുന്നത് ഈ സ്റ്റാക്ക് ഡേറ്റാ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും. അപ്പൊ DFS traversal of a graph produces a spanning tree as final result. സ്പാനിങ് ട്രീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് അത് കാണിച്ചു തരാം സ്പാനിങ് ട്രീ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ വർക്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ 2 ഡയറക്ടറി ഗ്രാഫ് ആണ് എടുക്കുക. ഇതാണ് ABCDE, ഇതാണ് ഒരു 2 ഡയറക്ടറി ഗ്രാഫ് ആണ്. ഇതിനകത്തെ ഫസ്റ്റ് നോഡ് ഞാൻ ആദ്യം ഇപ്പം ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് A ആണ്. ഞാൻ എന്ത് ചെയ്തു, ഈ വിസിറ്റ് ചെയ്ത നോഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ടോപ്പ് അതായത് സ്റ്റാക്കിന്റെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തു. എ ഞാൻ ആദ്യം ആഡ് ചെയ്തു. അതിനുശേഷം നോക്കിയത് എയിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റുന്ന 3 നോഡുകളുണ്ട്. സിയിലേക്ക് പോകാം, ബിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിയിലേക്ക് പോകാം. നമുക്ക് ഇഷ്ടമുള്ള നോഡിലേക്ക് പോകാം. ചിലരെ സിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്തതിന് സിയിലേക്ക് പോകാം, അടുത്തതിന് ഡിയിലേക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നവർക്ക് ഡിയിലേക്ക് പോകാം. ഇപ്പൊ ബിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബിയിലേക്ക് പോകാം. ഞാനിപ്പോ ബിയിലേക്കാണ് എടുത്തത്. നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ ആ ഒരു ഓർഡർ ആയതുകൊണ്ട് ബി ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പൊ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നത് ബി ആണ്. അപ്പൊ എന്ത് ചെയ്തു, ബി ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിയെയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് പുഷ് ചെയ്തു, സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തു. ഇനി ബിയിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റുന്നത് എവിടേക്കാണുള്ളത്? എനിക്ക് ഡിയിലേക്ക് മാത്രമേ ഇനി പോകാൻ പറ്റുള്ളൂ. ബിയിൽ നിന്ന് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് ഡിയിലേക്ക് മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ബിയിൽ നിന്ന് ഡിയിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഡിയും കൂടെ ഇതിനകത്തേക്ക് പുഷ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇനി ഡിയിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റുന്നത് ഇയിലേക്കും പോകാം, ഡയറക്റ്റ് ലിങ്ക് ഉള്ള സിയിലേക്കും പോകാം, അടുത്ത എയിലേക്കും പോകാം. ഇനി നിങ്ങൾ എയിലേക്ക് നോക്കുമ്പോൾ എ ഓൾറെഡി വിസിറ്റഡ് ആണ്. വിസിറ്റഡ് നോട്ട്സിലേക്ക് വീണ്ടും പോകരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകാം, സിയിലേക്കോ അല്ലെങ്കിൽ ഇയിലേക്കോ പോകാം. ഞാൻ എന്ത് ചെയ്തു, ഡിയിൽ നിന്ന് ഞാൻ സി ആണ് ചൂസ് ചെയ്യുക. സിയിലേക്ക് പോകാം എന്ന് കരുതി ഞാൻ എന്ത് ചെയ്യുന്നു, സിയിലേക്ക് പോകുന്നു. സിയെ ഞാൻ ഇതിനകത്തേക്ക് പുഷ് ചെയ്തു. സിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി സിയിൽ നിന്ന് പോകാൻ പറ്റുന്ന 2 പോർഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? 2 നോഡ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? എയിലേക്കാണ്, അത് ഓൾറെഡി വിസിറ്റഡ് ആയി. ഡിയിലേക്കാണ്, അതും ഓൾറെഡി വിസിറ്റഡ് ആയി. അപ്പൊ സിയിൽ ഇനി അൺവിസിറ്റഡ് നോട്ട്സ് ഒന്നും ഇല്ലാത്തത് കാരണം എന്ത് ചെയ്തു, ഞാൻ സിയെ എന്ത് ചെയ്തു, എന്റെ സ്റ്റാക്കിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തു, അതായത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത എലമെന്റ് എന്താണ്? സി പോയി കഴിഞ്ഞാൽ സിയുടെ താഴെ കിടന്ന ആളാരായിരുന്നു? ഡി ആയിരുന്നു. അപ്പൊ ഡിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, ഡിയിൽ നിന്നും ഇനി അൺവിസിറ്റഡ് നോട്ട്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഡിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നോക്കുകയാണ്, ഇനി ഡിയിൽ നിന്ന് അൺവിസിറ്റഡ് നോട്ട്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ എന്തുണ്ട്, ഓൾറെഡി ഒരു അൺവിസിറ്റഡ് നോഡ് അവിടെ ഉണ്ട്. ഇ എന്ന് പറയുന്ന ഒരു നോഡ് അൺവിസിറ്റഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ അതിനെ ഡി കഴിഞ്ഞിട്ട് ഞാൻ ഇയെ വിസിറ്റ് ചെയ്യുന്നു. ഇയെ ഞാൻ എന്റെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഇനി അടുത്ത നോക്കാണ്, ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇയിൽ നിന്ന് എനിക്ക് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു നോഡിലേക്ക് എനിക്കിനി പോകാനില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഇനി ഇയെ ഇതിനകത്തുനിന്ന് പോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇയെ ഞാൻ ഇവിടെ നിന്ന് പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഓക്കെ, ഇയെ ഞാൻ പോപ്പ് ചെയ്യും. ഇയെ പോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ആളുള്ളത് ഡി ആണ്. ഡിയിൽ നിന്ന് ഇനി എങ്ങോട്ടും അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡിയെ ഞാൻ പോപ്പ് ചെയ്ത് കളയും. അതിനുശേഷം ബി ആണുള്ളത്. ബിയിൽ നിന്ന് ഇനി അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ബിയെ പോപ്പ് ചെയ്യും. ഡിയെ പോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്കുള്ളത് ആകെ എ മാത്രമാണ്. എയിൽ നിന്നും ഇനി അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ല എന്ന് കണ്ടാൽ അതിനെ പോപ്പ് ചെയ്തെടുക്കും. അങ്ങനെ എല്ലാരെയും പോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാക്ക് എം ടി ആയി കിട്ടിയാൽ അതിന്റെ അർത്ഥം നമ്മുടെ ട്രാവേഴ്സൽ സക്സസ്ഫുൾ ആയി എന്നാണ്. ഓക്കെ, അത് DFS എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പർട്ടിക്കുലർ ഒരു നോഡിൽ ഞാൻ ഇരിക്കുകയാണ്. ആ നോഡിൽ ഇരുന്നു കൊണ്ട് ആ നോഡിൽ നിന്ന് ഡയറക്റ്റ് എഡ്ജുള്ള
ഒരു നോഡിലേക്ക് എനിക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകാം. അപ്പൊ ഏതൊക്കെ നോഡാണോ ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നത് അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അൺവിസിറ്റഡ് നോഡൊന്നും ആ നോഡിൽ നിന്ന് ഇല്ല എന്ന് കണ്ടാൽ അതിനെ എന്ത് ചെയ്യുക, പോപ്പ് ചെയ്ത് കളയുക. അപ്പൊ ആ തൊട്ടടുത്ത നോഡിലേക്ക് എത്തും. അവിടെ ഒന്നും ഇനി അൺവിസിറ്റഡ് നോഡ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യുമ്പോൾ അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ല എന്ന് കണ്ടാൽ വീണ്ടും അതിനെയും കൂടെ പോപ്പ് ചെയ്ത് കളയുക. അങ്ങനെ എല്ലാ പോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാക്ക് എം ടി ആയിട്ട് കിട്ടിയാൽ അതിന്റെ അർത്ഥം നമ്മുടെ ട്രാവേഴ്സൽ സക്സസ്ഫുൾ ആയി എന്നാണ്. അതാണ് DFS ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വന്നത്? ആദ്യം എ നമ്മൾ വിസിറ്റ് ചെയ്തു, അതിനുശേഷം ബി എ വിസിറ്റ് ചെയ്തു, അതിനുശേഷം പോയത് ഡിയിലേക്കായിരുന്നു, ഡിയിൽ നിന്ന് സിയിലേക്ക് വന്നു, സിയിൽ നിന്നായിരുന്നു ഇയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഈ വിസിറ്റ് ചെയ്ത് പോയ ഓർഡർ ഉണ്ടല്ലോ, എയിൽ നിന്ന് ബിയിൽ വന്നു, ബിയിൽ നിന്ന് ഡിയിലേക്ക് വന്നു, ഡിയിൽ നിന്ന് സി വന്നു, സിയിൽ നിന്ന് തിരിച്ച് ഡി വന്നിട്ടാണ് ഈ വന്നത്. ഈ ഒരു ഓർഡറിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക, സ്പാനിങ് ട്രീ എന്ന് പറയുക. ഓക്കെ, എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് സി, പിന്നെ ഡിയിൽ നിന്ന് ഇ, ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ട്രീയെ വിളിക്കുന്ന പേരാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമൽ എഡ്ജ് ഉള്ള ട്രീ ആണ്, കണക്റ്റഡ് ട്രീ ആണ് എന്തെന്ന് വിളിക്കാം, സ്പാനിങ് ട്രീ എന്ന് പറയുക. ഏതൊരു നോഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള നോഡുകളിലേക്കെല്ലാം നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള ട്രീയെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പാനിങ് ട്രീ എന്ന് പറയും. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? DFS ട്രാവേഴ്സലിനെ കുറിച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ അൽഗോരിതം ആണ് എഴുതിയിരിക്കുന്നത്. വിസിറ്റ് ദ അഡ്ജസന്റ് അൺവിസിറ്റഡ് വെർട്ടിക്സ്, mark it as visited, display it, push it in the stack. If no adjacent vertex is found, pop up a vertex from the stack. It will pop up all the vertices from the stack which do not have adjacent vertices. Repeat step 1 and 2 until the stack is empty. അപ്പോൾ നമ്മൾ ചെയ്ത അൽഗോരിതം, ചെയ്ത എക്സാമ്പിൾ ആണ്, അതിന്റെ അൽഗോരിതം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തെന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. BFS algorithm traverses a graph in a breadthward motion. അപ്പൊ നമ്മൾ മുമ്പേ DFS algorithm നമ്മൾ ചെയ്തത് ഡെപ്ത്വേർഡ് മോഷനിലായിരുന്നു അല്ലെ, താഴേക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത എഡ്ജിലേക്ക് മാത്രം, അത് കഴിഞ്ഞ് അടുത്ത എഡ്ജിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എഡ്ജിലേക്ക് മാത്രം അങ്ങനെ പോയ ഒരു അൽഗോരിതം ആയിരുന്നു ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുക. ഇതെന്ന് പറയുന്ന ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്, അതായത് ബ്രെഡ്ത്വേർഡ് മോഷനിലായിരിക്കും പോവുക. അതിപ്പോ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത്, ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂ മോഡലിലായിരിക്കും ഇത് വർക്ക് ചെയ്ത് പോവുക. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യൂ ഡേറ്റാ സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഒരു തിയേറ്ററിൽ പോയി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം ആ ഒരു ലൈനിൽ നമ്മുടെ ഒരു ടിക്കറ്റ് ഓഫ്ലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുകയാണെന്ന് കരുതുക. അപ്പൊ ഫസ്റ്റ് വൺ ആരാണോ ആ ക്യൂവിനകത്തേക്ക് കയറിയത് അയാളായിരിക്കും ഫസ്റ്റ് ടിക്കറ്റ് മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ആ ഒരു ഫോർമാറ്റ് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക, ക്യൂ ഡേറ്റാ സ്ട്രക്ചർ എന്ന് വിളിക്കുക. ഫസ്റ്റിൽ ഇൻപുട്ട് ഇന്നായ ആളായിരിക്കും ഫസ്റ്റില് പ്രോസസ്സ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചറിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്യൂ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് ഇതാണ്. ABCDE അങ്ങനെയുള്ള 5 എഡ്ജ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ആദ്യം ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് എന്ന് പറയുന്നത് A ആണ്. A എന്ന് പറയുന്ന നോഡിൽ നിന്നാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. A എന്ന് പറയുന്ന നോഡിനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ DFSനകത്ത് നമ്മൾ ചെയ്തപ്പോൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, എയുമായിട്ട് ഡയറക്റ്റ് എഡ്ജുള്ള ഏതെങ്കിലും ഒരു നോഡിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയുമായിട്ട് ഡയറക്റ്റ് എഡ്ജുള്ള എത്ര നോഡ് ഉണ്ടോ എല്ലാ നോഡ്സിലേക്കും ഒരേ സമയത്ത് തന്നെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുമ്പോൾ എയിൽ നിന്ന് എനിക്ക് 3 വെർട്ടെക്സിലേക്കാണ് എനിക്ക് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാം, A to D ഉണ്ട്, A to C ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഒരേ സമയം തന്നെ ഒറ്റയടിക്ക് തന്നെ BADC ഈ 3 വെർട്ടെക്സിനെയും എനിക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ഞാൻ എന്റെ ക്യൂവിനകത്തേക്ക് ആഡ് ചെയ്തു. BCD അന്ന് A കഴിഞ്ഞിട്ട് ഞാൻ BCD ഒരുമിച്ച് ഈ 3 എണ്ണത്തിനെയും കൂടെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എയിൽ നിന്ന് എനിക്ക് ഇനി ഒരു അൺവിസിറ്റഡ് നോഡും ഇല്ല, എല്ലാത്തിനെയും ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിനെയും വിസിറ്റ് ചെയ്തു. ഇനി എയിൽ നിന്ന് നോഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എ ഞാൻ ഇതിനകത്തൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എനിക്ക് DQ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ എയെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ക്യൂവിനകത്തുള്ള അടുത്ത ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് B ആണ്.
അപ്പൊ ഞാൻ നോക്കുകയാണ് ബിയിൽ നിന്ന് ഇനി ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നോക്കുന്നു. ബിയിൽ നിന്ന് എനിക്ക് ഇനി അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബിയും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അത് ഇനി കിടക്കുന്നത് എനിക്ക് സി ആണ് കിടക്കുന്നത്. സിയിൽ നിന്ന് നോക്കുമ്പോൾ സിയിൽ നിന്ന് കിടക്കുന്ന ഒരു നോഡ് എനിക്ക് അൺവിസിറ്റഡ് ആയിട്ട് കിടപ്പുണ്ട്, ഇ എന്ന് പറയുന്നൊരു നോഡുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇയെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ക്യൂവിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ സി കഴിഞ്ഞിട്ട് ഡി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഇ വരും. അപ്പൊ നോക്കുമ്പോൾ സിയിൽ നിന്ന് ഇനി എനിക്ക് വേറെ ഏതെങ്കിലും ഒരു നോഡ് കൂടി ഇനി അൺവിസിറ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. നോഡ് ഒന്നും അൺവിസിറ്റഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സിയെ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നോക്കുന്നത് ഡി ആണ്. ഡിയിൽ നിന്ന് ഇനി ഏതെങ്കിലും നോഡ് എനിക്ക് അൺവിസിറ്റഡ് ഉണ്ടോ എന്ന് നോക്കുന്നു. അൺവിസിറ്റഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിയെയും കൂടി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഇ നോക്കുന്നു. ഇയിൽ നിന്നും ഒരു നോഡും അൺവിസിറ്റഡ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇയെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എല്ലാ നോട്ട്സും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്യൂ എം ടി ആയാൽ അതിന്റെ അർത്ഥം നമ്മുടെ ട്രാവേഴ്സൽ സക്സസ്ഫുൾ ആയി എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഓർഡറിലാണ് ഇതിനകത്ത് ഈ ഒരു ട്രാവേഴ്സൽ നമ്മൾ നോക്കിയത് ഈ ഓർഡറിലായിരുന്നു. എ കഴിഞ്ഞിട്ട് ബി സി ഡി ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇ ചെയ്തു. ഓക്കെ, അപ്പൊ ചെയ്ത് എയിൽ നിന്ന് ബി സി ഡി നേരെ വരയ്ക്കുക. എന്നിട്ട് സിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇയെ നമ്മൾ ട്രാവേഴ്സ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു സ്പാനിങ് ട്രീ ഇങ്ങനെ ആയിരിക്കും വരിക. എയിൽ നിന്ന് ബി സി ഡി ഡയറക്റ്റ് വരും, സിയിൽ നിന്ന് ഇയിലേക്കുള്ള എഡ്ജ് നമ്മൾ വരയ്ക്കും. ഇതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ BFS എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ BFS-ഉം DFS-ഉം? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ആൻഡ് ടോപ്പോളജിക്കൽ ഓർഡറിംഗ് ആണ്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എ സൈക്കിൾ ഈസ് കോൾഡ് എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. അതായത് സൈക്കിൾ ഇല്ലാത്ത ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന് പറയുന്ന പേരാണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് അല്ലെങ്കിൽ DAG എന്ന് വിളിക്കും. which is a frequently used graph structure to represent precedence relation or dependence in a network. The following is an example of a direct acyclic task graph. നമ്മുടെ precedence relation, അതായത് precedence എന്ന് പറഞ്ഞാൽ ആദ്യം ആര് സെക്കൻഡ് ആര് വന്നു, അങ്ങനെ precedence കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് സ്ട്രക്ചർ ആണ് ഈ DAG എന്ന് പറയുക, ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ സോർട്ടിങ് അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ടേം ആണ്. Topological sort is a linear ordering of the vertices in such a way that if there is an edge in a DAG going from vertex U to vertex V, then U comes before V in the ordering. ഇതൊരു വെർട്ടീസസിനെ നമ്മൾ ഓർഡർ ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ടോപ്പോളജിക്കൽ സോർട്ട് എന്ന് പറയും. അപ്പൊ നമ്മള് DAG-ക്കകത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫിനകത്തൊക്കെ യുയിൽ നിന്ന് V എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് നമ്മളൊരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം U ആണ് ആദ്യം വന്നതെന്നാണ്. ഓർഡറിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സോർട്ടഡ് ഓർഡറിൽ നോക്കുമ്പോൾ U comes before V എന്നുള്ളതാണ്. ആ ഓർഡറിലായിരിക്കണം അത് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ഈസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഗ്രാഫ് ഈസ് എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് നടക്കാൻ പറ്റുള്ളൂ. ദർ മേ എക്സിസ്റ്റ് മൾട്ടിപ്പിൾ ഡിഫറെന്റ് ടോപ്പോളജിക്കൽ ഓർഡറിംഗ്സ് ഫോർ എ ഗിവൺ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ഒരു തന്നിരിക്കുന്ന ഗ്രാഫിനകത്തേക്ക് ഡിഫറെന്റ് ടോപ്പോളജിക്കൽ ഓർഡറിംഗ്സ് ഉണ്ടാവാം. നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫിനകത്തേക്ക് ഡിഫറെന്റ് ടോപ്പോളജിക്കൽ ഓർഡറിംഗ് ഉണ്ടാവും. ഒരെണ്ണം തന്നെ ആവാവൂ അല്ലെങ്കിൽ ഇത് ഈ ഒരു മെത്തേഡ് മാത്രമേ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ഏത് മൾട്ടിപ്പിൾ ടോപ്പോളജിക്കൽ ഓർഡറിങ്സ് ഉണ്ടാവാം, എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊരു
ടോപ്പോളജിക്കൽ ഓർഡറിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിന്റെ എക്സാമ്പിൾ ആണിത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ഈ ഗ്രാഫിന്റെ എല്ലാം ഇൻ ഡിഗ്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക. അപ്പൊ ഇൻ ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ വെർട്ടെക്സിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ ഡിഗ്രി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും ഇൻ ഡിഗ്രി നമ്മൾ എഴുതുമ്പോൾ എ എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഇൻ ഡിഗ്രി 0 ആണ്, എല്ലാം ഔട്ട് ഡിഗ്രി മാത്രമേ ഉള്ളൂ. ബിയിലേക്ക് ഇൻ ഡിഗ്രി 1 ആണ്, എയിൽ നിന്ന് ബിയിലേക്ക് വന്ന് എൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ ഇൻ ഡിഗ്രി 1 ആണ്. ദെൻ സിയുടെ ഇൻ ഡിഗ്രി 2 ആണ്, അതാണ്ട് എയിൽ നിന്ന് വന്നിട്ടുണ്ട് ബിയിൽ നിന്ന് വന്നിട്ടുണ്ട് 2 ആയി. ഡിയിലേക്ക് ഉള്ള ഇൻ ഡിഗ്രി 2 ആണ്, എയിൽ നിന്നുകൊണ്ട് ബിയിൽ നിന്നുകൊണ്ട് അതിന് ഇൻ ഡിഗ്രി 2 ആയി. ഇ എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഇൻ ഡിഗ്രി 2 ആണ്. ഇങ്ങനെ ആയിരിക്കും ആദ്യം നമ്മൾ ഇൻ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇൻ ഡിഗ്രി ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കുറവ് ഇൻ ഡിഗ്രി ഉള്ള വെർട്ടെക്സിനെ നമ്മൾ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻ ഡിഗ്രി ഏറ്റവും കുറവുള്ള, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇൻ ഡിഗ്രി ഏറ്റവും കുറവ് 0 എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ് ആണ്. ബാക്കിയെല്ലാം 1, 2 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഇതിനാണ് ഏറ്റവും കുറവ്, എയ്ക്കാണ് ഏറ്റവും കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ വെർട്ടെക്സിനെയും അതിന്റെ കറസ്പോണ്ടിങ് എഡ്ജിനെയും നമ്മൾ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ ബാലൻസ് രണ്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. എയിലുമായിട്ടുള്ള എഡ്ജസ് എല്ലാം നമ്മൾ കളഞ്ഞു, ബാക്കിയുള്ളത് മാത്രമായിരിക്കും ബാക്കി കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ബി സി ഡി ഇ മാത്രമേ ഉള്ളൂ, എയെ ഞാൻ എന്ത് ചെയ്തു, മാറ്റി എഴുതി. ഓക്കെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കി നമ്മൾ ചേഞ്ച് ആയിട്ടുള്ള ഇൻ ഡിഗ്രി നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തു. ബിക്കാണ് ഇപ്പൊ ഏറ്റവും കുറവ് 0, പിന്നെ സിക്ക് 1, ഡിക്ക് 1, ഇക്ക് 2. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ബാക്കി നമ്മൾ റീഅറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ റീകാൽക്കുലേറ്റ് ചെയ്ത ഇൻ ഡിഗ്രീസിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ. അപ്പൊ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബിയിൽ നിന്ന് അടുത്ത നമ്മൾ നോക്കിയപ്പോൾ ബി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആണുള്ളത്. ആ വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞെങ്കിൽ എന്ത് വരും, സി ഡി ഇ, ഈ 3 വെർട്ടെക്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എയിൽ നിന്ന് നമ്മൾ ആദ്യം എ ആണ് വന്നത്, പിന്നെ നമ്മൾ ബിയിലേക്ക് വന്നു. ഓക്കെ. അടുത്ത നമ്മൾ നോക്കുമ്പോൾ രണ്ടിനും സെയിം ആണുള്ളത് അല്ലെ, രണ്ടും 0 ആണ്. അപ്പൊ രണ്ടും ഏറ്റവും കുറവ് 0 തന്നെയാണ്. അത് പക്ഷെ 2 വെർട്ടെക്സ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 കേസസ് ആയിട്ട് തന്നെ നമുക്ക് സോർട്ട് ചെയ്യാം. കേസ് 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സി എ കളഞ്ഞതായിട്ടും കേസ് 2-നകത്തേക്ക് നമ്മൾ ഡി എ കളഞ്ഞതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ സി എ കളഞ്ഞപ്പോ എന്ത് ചെയ്തു, ബാക്കി ഡി ഇ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡി ആണ് ഇനി അടുത്തത് കളയേണ്ടത്. ഡി കളഞ്ഞപ്പോ സി ഇ മാത്രമേ ഉള്ളൂ, സി ആണ് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കിടക്കുക. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ എ ബി സി 3 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ ഇവിടെ നിന്നപ്പോൾ എ ബി ഡി എന്നായിരിക്കും നമ്മൾ അതിന്റെ സീക്വൻസ് നമ്മൾ എഴുതി വെച്ചു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കിയപ്പോൾ അടുത്തത് ഡി, ബാക്കി ഇനി അടുത്തുള്ളതിനകത്തുനിന്ന് ആരെയായിരിക്കും അടുത്തത് കളയുക, ഡി എ. ഫസ്റ്റ് കേസിൽ നമുക്ക് ഡി എ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക, സെക്കൻഡ് കേസിൽ നമ്മൾ സി എ റിമൂവ് ചെയ്ത് കളയുക. അത് 2 റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എന്ന് നമുക്ക് കിട്ടും. അടുത്ത കേസിൽ നിന്ന് എ ബി ഡി സി ഇ. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പോളജിക്കൽ സോർട്ടിങ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഈ രീതിയിലായിരിക്കും നമ്മൾ ടോപ്പോളജിക്കൽ സോർട്ടിങ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഏത് ഓർഡറിലാണ് അല്ലെങ്കിൽ ഏത് വെർട്ടെക്സ് ആണ് ആദ്യം വന്നത്, നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിന്റെ ഓർഡർ, ഏത് വെർട്ടെക്സ് ആണ് ആദ്യം വന്നത്, സെക്കൻഡ് ഏത് വന്നു, തേർഡ് ഏത് വന്നു, അങ്ങനെ ഉള്ള ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോർട്ടിംഗ് ടെക്നിക്കാണ് ഈ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒരു ടേം ആണ് കണക്റ്റഡ് കമ്പോണൻസ് അല്ലെങ്കിൽ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്. ഞാൻ അങ്ങോട്ട് വരുന്നതാണ്. കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിനകത്തേക്ക് നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്ജസ് ഒക്കെ ഉണ്ട്, നമുക്ക് മോർ ദാൻ 1 കണക്റ്റഡ് കമ്പോണൻസ് എല്ലാം ഇരിക്കുവാണെങ്കിൽ, മീൻസ് ഡയറക്റ്റ് കണക്ഷനുള്ള ഗ്രാഫായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് കമ്പോണന്റ് എന്ന് വിളിക്കുക. കണക്റ്റഡ് കമ്പോണന്റ് ഓഫ് എ ഗ്രാഫ് ജി ഇസ് എ കണക്റ്റഡ് സബ് ഗ്രാഫ് ഓഫ് ജി ഓഫ് മാക്സിമം സൈസ്. നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ അല്ലെങ്കിൽ സബ് ഗ്രാഫിന്റെ വെർട്ടീസസ് എല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അല്ലാതെ അടുത്തൊരു ടേം ഉണ്ട്, സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് വിളിക്കും. സ്ട്രോങ് കണക്ടിവിറ്റി അപ്ലൈസ് ഓൺലി ടു ഡയറക്റ്റഡ് ഗ്രാഫ്. ഇത് നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫിനകത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണ് സ്ട്രോങ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. എ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ഓഫ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഇസ് എ കോംപ്ലിമെന്റ് സച്ച് ദാറ്റ് all the vertices in that component is reachable from every other vertex in that component. ആ ഒരു കമ്പോണന്റിനകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്ന് ബാക്കി എല്ലാ നോഡുകളിലേക്കും എത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക
സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെ ഉള്ള നോഡാണെങ്കിൽ ഡയറക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഡയറക്റ്റഡ് നോഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്ട്രോങ്ലി കണക്റ്റഡ് നോഡ് എന്ന് വിളിക്കുക. ഒരു പർട്ടിക്കുലർ വെർട്ടീസസിനകത്ത് ഒരു നോഡിൽ നിന്ന് ബാക്കിയുള്ള നോഡുകളിലേക്കെല്ലാം നമുക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന് സീറോയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. 3യിൽ നിന്ന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ 4ൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ട് പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെയും ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയാമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പാത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് സ്ട്രോങ്ലി കണക്റ്റഡ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാത്തത്. ഓക്കെ, ഇനി സ്ട്രോങ്ലി കണക്റ്റഡിന് വേറൊരു ഇത് പറയുന്നത് മ്യൂച്വലി റീച്ചബിൾ ആണെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം എയിൽ നിന്ന് ബിയിലേക്കും വരാം, ബിയിൽ നിന്ന് എയിലേക്കും വരാം. മ്യൂച്വലി റീച്ചബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് വിളിക്കും. ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ സിയിൽ നിന്ന് ഡിയിലേക്കും പോകാം, ഡിയിൽ നിന്ന് സിയിലേക്കും പോകാം. അങ്ങനെ വരുന്ന പാത്തുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഒരെണ്ണത്തിനകത്തുനിന്ന് മറ്റുള്ള നോഡുകളിലേക്കെല്ലാം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വരുന്ന നോഡ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ്ലി കണക്റ്റഡ് നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് നിങ്ങളുടെ തന്നൊരു ഗ്രാഫ് തന്നാൽ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇന്നത്തെ നമുക്ക് മെയിൻ ആയിട്ട് 7 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന എല്ലാ വെർട്ടീസസും നമ്മുടെ കുറെ വെർട്ടീസസ് നമ്മുടെ തന്നിട്ടുണ്ടായിരിക്കും. ഇതിലുള്ള എല്ലാ വെർട്ടീസസും ആദ്യമേ തന്നെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം അൺവിസിറ്റഡ് ആക്കി വെക്കും. എല്ലാ നോട്ട്സും അൺവിസിറ്റഡ് എന്നുള്ള ലേബലിൽ നമ്മൾ എല്ലാത്തിനെയും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മളൊരു സ്റ്റാക്ക് എം ടി സ്റ്റാക്കിന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. എം ടി സ്റ്റാക്കിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? DFS ട്രാവേഴ്സിലാണ് ഈ അൺവിസിറ്റഡ് നോട്ട്സിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോവുക. DFS ട്രാവേഴ്സിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ എല്ലാ നോഡും ഇപ്പൊ ഒരു ഫസ്റ്റ് നോഡ് ഞാൻ എടുത്തു. ആ നോഡിൽ നിന്ന് അൺവിസിറ്റഡ് നോഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ നോഡിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡ് ഉണ്ടെങ്കിൽ ആ നോഡിലേക്ക് പോകും. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോഡിൽ നിന്ന് ഇനി അങ്ങോട്ട് ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ല എങ്കിൽ മാത്രമേ ആ നോഡിനെ എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് എന്താ ചെയ്യുക? അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം എല്ലാ വെർട്ടിസസിനെയും വിസിറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? എല്ലാം ഞാൻ സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്യും. സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തതിനു ശേഷം എല്ലാ നോട്ട്സും വിസിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഗ്രാഫിനെ റിവേഴ്സ് ചെയ്യും. തിരിച്ച് സ്റ്റാർട്ടിൽ നിന്ന് എൻഡിലേക്ക് പോയ ആ ഒരു ഗ്രാഫിന്റെ ട്രാവേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിലേക്ക് നമ്മൾ ചെയ്യും. അങ്ങനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ നോട്ട്സും നമ്മൾ വീണ്ടും ഒന്നും കൂടെ അൺവിസിറ്റഡ് നമ്മൾ ലേബൽ ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ സ്റ്റാക്കിൽ നിന്ന് ഓരോന്നിനെ പോപ്പ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിനെ വിസിറ്റഡ് ആക്കുന്നു. വി ആണ് നോട്ട് ഇഫ് വി ഈസ് നോട്ട് വിസിറ്റഡ് സെറ്റ് വി ആസ് വിസിറ്റഡ്. എന്നിട്ട് എന്ത് ചെയ്തു? വി എന്ന് പറയുന്നതിനെ നമ്മൾ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണെങ്കിൽ അതാണ് പുഷ് ചെയ്തപ്പോൾ അത് നമ്മൾ വിസിറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിസിറ്റഡ് ആണെന്ന് കാണിക്കുന്നു. വിസിറ്റഡ് ആണെന്ന് കാണിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ക്ലോസ്ലി കണക്റ്റഡ് കമ്പോണൻസിനെല്ലാം അവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്ത് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 1 7 9 6 8 2 4 3 5 ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ നോട്ട്സിനെയും ഞാൻ ആദ്യം യു എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. അൺവിസിറ്റഡ് എന്നുള്ളതാണ് യുവിന്റെ മീനിങ്. എല്ലാ നോട്ട്സിനും ഞാൻ അൺവിസിറ്റഡ് ആക്കിയിരിക്കുകയാണ്. എല്ലാ നോട്ട്സിനെയും അൺവിസിറ്റ് ചെയ്തു. അൺവിസിറ്റഡ് ആയിട്ട് ഞാൻ അതിനെ ലേബൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നോഡ് ഞാൻ എടുത്തു. 1 എന്ന് പറയുന്നൊരു നോഡ് ഞാൻ എടുക്കുന്നു. ഫസ്റ്റ് പാസിൽ 1 എന്ന് പറഞ്ഞ നോഡ് ഞാൻ എടുത്തു. ആ നോഡിൽ നിന്ന് എനിക്ക് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു നോഡ് ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4ലേക്ക് വരും. ഇത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? ഒരു നോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉള്ള അടുത്തൊരു വെർട്ടെക്സിലേക്കായിരിക്കും പോവുക. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിലാണ് എങ്ങോട്ടേക്കൊക്കെ കണക്ഷൻ ഉണ്ട് എല്ലായിടത്തോട്ടും പോവുക. ഇവിടെ അങ്ങനെയല്ല വരിക. ഒരു നോഡിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു നോഡിലേക്കായിരിക്കും പോവുക. ഇവിടെ നോക്കുമ്പോൾ 1 ആണ്. 1 എന്റെ വിസിറ്റ് ചെയ്യാൻ വന്നു. 1ൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 1ലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 1ൽ നിന്ന് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു നോഡ് ഉണ്ടായിരുന്നു 4. ഞാൻ 4ലേക്ക് വന്നു.
4ൽ നിന്ന് എനിക്ക് അൺവിസിറ്റഡ് ആയിട്ടൊരു നോഡുണ്ട് 7ലേക്ക് വന്നു. 7ൽ ഞാൻ നോക്കിയപ്പോൾ ഇനി എനിക്ക് അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ല. എല്ലാ നോഡും ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് 1 മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെ വിസിറ്റ് ചെയ്തിട്ടാണല്ലോ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 7 ആദ്യം ഞാൻ പുഷ് ചെയ്തു. അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ലെങ്കിലാണ് നമ്മൾ ആദ്യം പുഷ് ചെയ്ത് വരിക. 7 എന്ത് ചെയ്തു? ഞാൻ പുഷ് ചെയ്തു, അതിനെ വിസിറ്റ് ചെയ്തു. 7 കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് ഇവിടെ വന്നു, 4ലേക്ക് വന്നു. 4ൽ നിന്ന് ഇനി അൺവിസിറ്റഡ് ഒന്നുമില്ല. ഞാൻ 4നെ പുഷ് ചെയ്തു. അത് ഞാൻ തിരിച്ച് എങ്ങോട്ടേക്ക് വന്നു? 1ലേക്ക് വന്നു. അവിടെ എന്ത് ചെയ്തു? അവിടെ ഇനി അൺവിസിറ്റഡ് നോഡൊന്നും ഇല്ല. അവനെ ഞാൻ എന്ത് ചെയ്തു? 1ലേക്ക് കൊണ്ടിട്ടു. 1നെ ഞാൻ എന്ത് ചെയ്തു? എന്റെ സ്റ്റാക്കിനകത്തേക്ക് ഞാൻ പുഷ് ചെയ്തു. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ സ്റ്റാക്കിന്റെ ഓർഡർ പഠിച്ചതുപോലെയല്ല. സ്റ്റാക്കിനകത്ത് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, അതിനെ ഞാൻ പുഷ് ചെയ്യുന്നു. സെക്കൻഡ് എലമെന്റ് എടുക്കുന്നു, അതിനെ പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് നോഡ് ഞാൻ എടുക്കുന്നു. ആ ഫസ്റ്റ് നോഡിൽ നിന്ന് ഫസ്റ്റ് നോഡിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ നിന്ന് കണക്ഷൻ ഉള്ള കണക്ഷൻ ഡയറക്റ്റ് ലിങ്ക് ഉള്ള നോഡ് ഏതാണെന്ന് നോക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ട്രോങ്ലി കണക്ഷൻ ഉള്ള കമ്പോണൻസിനെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഡയഗ്രാഫിനകത്തുനിന്ന്, ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിന് പറയുന്ന ഒരു പേരാണ് ഡയഗ്രാഫ് എന്ന് പറയാറുണ്ട്. ഈ ഡയഗ്രാഫിനകത്തുനിന്ന് നമ്മൾ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് DFS ആണ്. അതായത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ DFS ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാക്ക് ആയിരിക്കും. സ്റ്റാക്ക് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റാക്ക് ഡേറ്റാ സ്ട്രക്ചർ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുക. അപ്പോൾ DFS എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫസ്റ്റ് നോഡ് ഞാൻ എടുത്തു, ആ നോഡ് ഞാൻ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നോഡിൽ നിന്ന് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നോഡിലേക്കായിരിക്കും അടുത്തത് ഞാൻ പോവുക. എല്ലാ നോഡിലേക്കും പോകില്ല. ഒരു നോഡ് ഞാൻ ഇരിക്കുകയാണ്, ആ നോഡിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പാത്തുള്ള ഏതെങ്കിലും ഒരു നോഡിലേക്കായിരിക്കും പോവുക. ഇവിടെ ഓൾറെഡി ഒരു നോഡ് മാത്രമേ ഉള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഫിഗർ കിട്ടുമ്പോൾ ആ ഫിഗറിനകത്ത് ചിലപ്പോൾ ഒന്നിലധികമോ പാത്തുകളുള്ള എഡ്ജസ് ഉള്ള നോട്ട്സ് കാണാം. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് വേണം ഇതിനെ സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1ലേക്ക് വന്നു. 1ൽ നിന്ന് 1ലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 1നെ എനിക്ക് സ്റ്റാക്കിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയല്ല ഇവിടെ വർക്ക് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശരിക്കും പറയുന്നത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾ പറയുക. ഇത് നമ്മുടെ നോർമൽ നിങ്ങൾ സ്റ്റാക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം എടുക്കുന്നു, അതിനെ ഇൻസേർട്ട് ചെയ്യുന്നു, അടുത്തത് എടുക്കുന്നു, അതിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെയല്ല ഇവിടെ പോവുക. ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഒരു നോഡ് എടുത്തു, ആ നോഡിനെ ഞാൻ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞാൻ നോക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ നോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു നോഡ് കൂടെ, ഇനി ഏതെങ്കിലും ഒരു നോഡ് ഞാൻ അൺവിസിറ്റഡ് ആയിട്ട് ഈ നോഡിനടുത്തുണ്ടോ എന്നാണ് നോക്കുക. അപ്പൊ 1ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നോഡ് ഉണ്ട്, അൺവിസിറ്റഡ് നോഡ് 4 എന്ന് പറയുന്ന നോഡ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1ൽ നിന്ന് 4ലേക്ക് വരും. ഈ 4ലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 4ൽ നിന്ന് എന്ത് ചെയ്യുന്നു? 4ൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ചെക്ക് ചെയ്യും. 4ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതുണ്ട്? ഇതാ കിടക്കുന്നു, 7 കൊണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ 4ൽ നിന്ന് 7ലേക്ക് എത്തും. 7ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുകയാണ്, വീണ്ടും 7ൽ നിന്ന് ഇനി ഏതെങ്കിലും എനിക്ക് അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ? അപ്പൊ നോക്കിയപ്പോൾ 7ൽ നിന്ന് 1ലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. 1 ഓൾറെഡി വിസിറ്റഡ് ആയി. 1 ഓൾറെഡി വന്നിട്ടാണ്, നമ്മൾ 4ൽ വന്നിട്ടാണ് 7ൽ വന്നത്. അപ്പൊ ഇനി 7ൽ നിന്ന് എങ്ങോട്ടും പോകാനില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 7നെ എന്ത് ചെയ്തു? ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് 7ൽ നിന്ന് ഇല്ലാത്തത് കാരണം ഞാൻ 7നെയാണ് ആദ്യം എന്റെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തത്. അതിനുശേഷം 7ൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് 4ലേക്ക് വന്നു. 4ലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? 4 എന്ന് പറയുന്നതിൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ല. 4ൽ നിന്ന് 7 ആയിരുന്നു ഉണ്ടായിരുന്നത്, 7 വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? 4ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കൊണ്ട് 4നെ ഞാൻ എന്ത് ചെയ്തു? പുഷ് ചെയ്തു സ്റ്റാക്കിനകത്തേക്ക്. പിന്നെ വരുന്നത് എന്റെ 1 ആണ്. 1ൽ നിന്നും ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കൊണ്ട് 1നെ ഞാൻ എന്ത് ചെയ്തു? എന്റെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തു. അപ്പൊ DFSനകത്ത് ആരെയൊക്കെ ഞാൻ നോക്കി കഴിഞ്ഞു? 1നെ നോക്കി, 4നെ നോക്കി, 7നെ നോക്കി. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് 7ൽ നിന്ന് പോകാൻ എങ്ങോട്ടും ഇല്ലല്ലോ. 1ൽ നിന്ന് എങ്ങോട്ടേക്കും ഈ 9ലേക്ക് എത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ സ്റ്റാർട്ടിംഗ് നോഡ് മാറ്റി ഞാൻ 9ലേക്ക് എത്തും. ഓക്കെ, അപ്പൊ 9ലേക്ക് എത്തുമ്പോൾ 9 എന്ന് പറയുന്ന ഒരു നോഡാണ്. ഈ നോഡിൽ നിന്ന് ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തു? 9ൽ നിന്ന് ഇനി എനിക്ക് ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നോക്കി. ഉണ്ട്. ആ നോഡ് എന്ന് പറയുന്നത് എന്റെ 3 ആണ്. ഞാൻ 3ലേക്ക് വന്നു. 3ൽ നിന്നും എനിക്ക് ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ? ഉണ്ട്. അത് താഴെ കിടക്കുന്നത് 6 ആണ്. 6ലേക്ക് ഞാൻ എത്തി. 6ൽ നിന്ന് നോക്കുമ്പോൾ 6ൽ നിന്ന് ഇനി എനിക്ക് ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ല. കാരണം ഞാൻ ഓൾറെഡി വിസിറ്റഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 6നെ ഞാൻ പുഷ് ചെയ്തു. 6ൽ നിന്ന് ഞാൻ 3ലേക്ക് തിരിച്ചു വന്നു. 3ൽ നിന്ന് ഇനി എനിക്കൊരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കാരണം 3യെ ഞാൻ പുഷ് ചെയ്തു. അതിനുശേഷം ഞാൻ 9ലേക്ക് തിരിച്ചു വന്നു. 9ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കൊണ്ട് 9നെ ഞാൻ പുഷ് ചെയ്തു. ഓക്കെ,
അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഇനി 6ൽ നിന്ന് ഇനി അങ്ങോട്ട് 8ലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്റെ സ്റ്റാർട്ടിംഗ് നോഡ് വീണ്ടും ഞാൻ ചേഞ്ച് ചെയ്തു, 8ലേക്ക് വന്നു. 8ലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 8ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നോക്കുന്നു. ഉണ്ട്, അതാണ് നമ്മുടെ 5. 5ലേക്ക് ഞാൻ എത്തി. 5ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഉണ്ട്, 2 കിടക്കുന്നു. 2ലേക്ക് എത്തി. 2ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ? ഇല്ല, 8 ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ 2നെ ആദ്യം പുഷ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ 5നെ പുഷ് ചെയ്യുന്നു. അതിനുശേഷം 8നെ പുഷ് ചെയ്യുന്നു. ഇതാണ് പാസ് 1 എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പാസ് 1ൽ നടക്കുക. ഇത്രയും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ് ഏതെങ്കിലും ഒരു ഇൻസേർഷൻ മനസ്സിലാവാത്തതുണ്ടോ? സ്റ്റാക്കിനകത്തേക്ക് ഏതെങ്കിലും പുഷ് ചെയ്തതോ എന്തെങ്കിലും മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ലെങ്കിൽ ഗ്രാഫിന്റെ റിവേഴ്സൽ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മള് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാക്കിനകത്തേക്ക് എല്ലാ എലമെന്റ്സും നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ റിവേഴ്സൽ ആണ്. അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ചെയ്ത ഇതേ പ്രോസസ് നമ്മൾ ഇനി റൈറ്റ് ടു ലെഫ്റ്റ് തിരിച്ചിങ്ങോട്ട് ചെയ്യാൻ പോവാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ എല്ലാ നോട്ട്സിനെയും വിസിറ്റഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് അൺവിസിറ്റഡ് എന്നാക്കി മാറ്റും. എന്നിട്ട് എന്താ ചെയ്യുക, ഇതിനകത്ത് സ്റ്റാക്കിനകത്തുനിന്ന് ഫസ്റ്റ് എലമെന്റിനെ ഞാൻ പോപ്പ് ചെയ്തെടുക്കും. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 8 ആണ്. 8നെ ഞാൻ പോപ്പ് ചെയ്തെടുക്കുമ്പോൾ 8ുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാ നോക്കും. 8ൽ നിന്നുള്ളത് ആരാണ്? 2 ആണുള്ളത്. 2ൽ നിന്ന് 5. അപ്പൊ എന്ത് ചെയ്തു, 8ൽ നിന്ന് 2ലേക്ക് വന്നു, 2ൽ നിന്ന് 5ലേക്ക് വന്നു, 5ൽ നിന്ന് തിരിച്ച് 8ലേക്ക് വന്നു. അപ്പൊ ഈ ഒരു കണക്ഷൻ നമ്മുടെ കയ്യിൽ ഇതിൽ നിന്ന് കിട്ടും. 8ൽ നിന്ന് 2, 2ൽ നിന്ന് 8 അങ്ങനെ വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ കണക്റ്റഡ് കമ്പോണൻസ് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ നമ്മൾ ആദ്യം 5നെ പോപ്പ് ഔട്ട് ചെയ്യും, 2നെ പോപ്പ് ഔട്ട് ചെയ്യും. അത് കാരണം അത് ഓൾറെഡി വിസിറ്റഡ് ആയത് കാരണം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഇതിന്റെ പാത്ത് പോവുക, 8ൽ നിന്ന് ആദ്യം 2ലേക്കാണ് പോവുക, 2ൽ നിന്ന് 5ലേക്കാണ് പോവുക. ഇതാണ് നമ്മുടെ ഒരു കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറയുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എലമെന്റിന് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തെടുക്കുന്നത് 9 ആണ്. അതാണ് അടുത്ത എലമെന്റ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തെടുത്തു, 9നെ എടുക്കും. 9ൽ നിന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കായിരുന്നു? 9ൽ നിന്ന് ആദ്യത്തെ 3 ആണ് കിടക്കുക. പക്ഷെ നമ്മളിവിടെ പാത്ത് നോക്കുമ്പോൾ 9ൽ നിന്ന് 6ലേക്ക് വന്നു, 6ൽ നിന്ന് 3ലേക്ക് വന്നു, 3ൽ നിന്നാണ് 9ലേക്ക് പോവുക. അപ്പൊ അതായിരിക്കും നമ്മുടെ അടുത്ത കണക്റ്റഡ് കമ്പോണന്റ്. 9ൽ നിന്ന് 6, 6ൽ നിന്ന് 3, 3ൽ നിന്ന് 9. ഇതായിരിക്കും നമ്മുടെ അടുത്ത കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോപ്പ് ഔട്ട് ചെയ്തെടുക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1ൽ നിന്ന് 7, 7ൽ നിന്ന് 4, 4ൽ നിന്ന് 1. കാരണം നമ്മളിത് റിവേഴ്സ് ആണ്, നമ്മുടെ ഗ്രാഫിന്റെ ആരോസ് അല്ല, നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടാൽ അറിയാം, ഫിഗർ ഈ രീതിയിലായിരുന്നു. പാസ് കഴിഞ്ഞപ്പോൾ 1ൽ നിന്ന് 7ൽ നിന്നായിരുന്നു 1ലേക്ക് കണക്ഷൻ പോയിരുന്നത്. അപ്പൊ നമ്മൾ ഗ്രാഫ് റിവേഴ്സ് ചെയ്തപ്പോൾ എല്ലാ പ്രോസസ്സും നമ്മൾ റിവേഴ്സ് ചെയ്തു. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് വന്നത്. ഇതാണ് നമ്മുടെ കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണക്റ്റഡ് കമ്പോണൻസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് അതിന്റെ അൽഗോരിതം. ഇനി ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ് നമ്മൾ ചെയ്തപ്പോൾ V+E ആയിരുന്നു അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. റിവേഴ്സ് ചെയ്ത സമയത്തും V+E ആയിരുന്നു ടൈം കോംപ്ലക്സിറ്റി. അപ്പൊ നമ്മുടെ ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വെർട്ടെക്സ് V4 വെർട്ടിസസ് ആണ്, E4 എഡ്ജ് ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് V+E ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ ഇതിനകത്ത്? സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിന്റെ പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഒരു അൽഗോരിതം, ഇത് എന്തുകൊണ്ടാണ് അത് സ്റ്റാക്കിനകത്തേക്ക് എങ്ങനെയത് വന്നതെന്നുള്ളതാണ് ആകെ ഒരു ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്ന് കറസ്പോണ്ടിങ് മീൻസ് ഡയറക്റ്റ് പാത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു നോഡിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ ഡയറക്റ്റ് പാത്തുള്ള, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ള ഏതൊക്കെ നോട്ട്സ് ആണോ ഉള്ളത് ആ നോട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്. ആ ഒരു
സെറ്റിനെയാണ് നമ്മൾ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറയുക. ഇതിനെയാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഒരു പാത്തിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു ഗ്രാഫിനകത്തുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ ആദ്യം അൺവിസിറ്റഡ് എന്നായിരിക്കും നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ എലമെന്റ്സിനെ നമ്മൾ ആദ്യം അൺവിസിറ്റഡ് എന്നുള്ള ലേബലിൽ നമ്മൾ വെക്കും. അതിനുശേഷം നമ്മൾ ആദ്യത്തെ നോഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നോഡ് ഞാൻ എടുക്കുന്നു. ഫസ്റ്റ് നോഡ് ഞാൻ എടുത്തപ്പോൾ ആ നോഡിൽ നിന്ന് ഡയറക്റ്റ് എഡ്ജുള്ള അടുത്ത നോഡ് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ടുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പൊ നോക്കുമ്പോൾ 1ൽ നിന്ന് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു നോഡ് എന്ന് പറയുന്നത് 4 അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, 4ലേക്ക് ഞാൻ ഇങ്ങോട്ട് എത്തും. അത് വിസിറ്റ് ചെയ്തതിനു ശേഷം നേരെ 4ലേക്ക് എത്തും. 4ലേക്ക് എത്തി കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് 4ൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇനി ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡ്, 4ൽ നിന്ന് ഇനി ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡ് എൻ്റെ അതിനകത്ത് ഉണ്ടോ, ഇനി ഏതെങ്കിലും ഉണ്ടോ അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ എന്നാണ് അടുത്ത ചെക്ക് ചെയ്ത് നോക്കുക. അൺവിസിറ്റഡ് നോഡ് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് ആ ഒരു പാത്തിലേക്ക് അടുത്തൊരു നോഡിലേക്കായിരിക്കും പോവുക. അപ്പൊ നോക്കുമ്പോൾ 4ൽ നിന്ന് ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ, ഉണ്ട്. ആ ഒരു നോഡിലേക്ക് 7 എന്ന് പറയുന്ന ഈ ഒരു നോഡിലേക്ക് നമ്മൾ എത്തും. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 7ൽ നിന്ന് ചെക്ക് ചെയ്യുന്നത് 7ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ, ഇനി ഏതെങ്കിലും ഒരു നോഡ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. അവിടെ നിന്ന് ഏതെങ്കിലും അൺവിസിറ്റഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകും. അങ്ങനെ എല്ലാ നോട്ട്സും പോയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ അതിനെ സ്റ്റാക്കിനകത്തേക്ക് നമുക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ 7ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ല. കാരണം 7ൽ നിന്ന് ആകെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് 1ലേക്ക് മാത്രമാണ്. 1 ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 4ൽ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 7ലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, 7ൽ നിന്ന് ഇനി അങ്ങോട്ട് 1ലേക്ക് മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി വിസിറ്റഡ് ആയി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, 7നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, 7ൽ നിന്ന് തിരിച്ച് 4ലേക്ക് വരും. 4ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കൊണ്ട് 4നെ നമ്മൾ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. അതിനുശേഷം 4ൽ നിന്ന് നമ്മൾ തിരിച്ച് 1ലേക്ക് വരും. 1ലെ എന്ത് ചെയ്യുന്നു, 1നെ നമ്മുടെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വന്നപ്പോ എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ഒരു ഗ്രാഫ് തീർന്നു. അതായത് ഇപ്പൊ 1ൽ നിന്ന് 4ലേക്ക് വന്നു, 4ൽ നിന്ന് 7ലേക്ക് വന്നു, 7ൽ തിരിച്ച് 1ലേക്ക് എത്താം. ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് 7ൽ നിന്ന് എത്തിയാലോ അല്ലെങ്കിൽ 1ൽ നിന്ന് എത്തിയാലോ 4ൽ നിന്ന് എത്തിയാലോ എനിക്ക് 9ലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്. 9ൽ നിന്ന് 7ലേക്ക് പോകാം, തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, 7ൽ നിന്ന് 9ലേക്ക് പോകാനൊരു പാത്തില്ല. അപ്പൊ നമുക്ക് 9ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് എഡ്ജ് നമ്മൾ നമ്മുടെ വെർട്ടെക്സ് നമ്മൾ മാനുവലി നമ്മൾ സെലക്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അടുത്തൊരു എഡ്ജിനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ അടുത്തൊരു വെർട്ടിസസ് നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്തൊരു വെർട്ടെക്സ് നമുക്ക് അല്ലെങ്കിൽ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് അടുത്തൊരു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ നമ്മൾ മാനുവലി സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ അടുത്തൊരു എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ വീണ്ടും മാറ്റി 9ലേക്ക് വരും. 9ലേക്ക് വന്നു കഴിയുമ്പോൾ 9 എന്ന് പറയുന്നത് ഒരു അൺവിസിറ്റഡ് നോഡാണ്. അതിനെ ഞാൻ വിസിറ്റ് ചെയ്ത് എനിക്ക് അതിന് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, എനിക്ക് അതിനെ ആഡ് ചെയ്യണമെങ്കിൽ ആ നോഡിൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടാവാൻ പാടില്ല. ആ നോഡുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് സ്റ്റാക്കിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 9ുമായിട്ട് നോക്കിയപ്പോൾ 9ൽ നിന്ന് ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ട്. 3 എന്ന് പറഞ്ഞൊരു നോഡ് അവിടെ കിടപ്പുണ്ട്, അത് അൺവിസിറ്റഡ് ആണ്. അപ്പൊ 3ലേക്ക് ഞാൻ വരും. 3യെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 3ൽ നിന്ന് താണ്ട് കിടക്കുന്ന വേറൊരു അൺവിസിറ്റഡ് നോഡ് കിടപ്പുണ്ട്, 6 എന്ന് പറഞ്ഞ നോഡ് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അതിനെയും കൂടെ എന്ത് ചെയ്തു, വിസിറ്റ് ചെയ്തു. അപ്പൊ 6ൽ നിന്ന് നോക്കുമ്പോൾ ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ല. എല്ലാ നോഡ്സും ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ 6ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, 6നെ ആയിരിക്കും ആദ്യം ഞാൻ പുഷ് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഞാൻ 3ലേക്ക് തിരികെ വരും. 3ലേക്ക് തിരിച്ച് വന്നിട്ട് 3യെ ഞാൻ പുഷ് ചെയ്യും. 3ൽ നിന്ന് ഞാൻ വീണ്ടും തിരിച്ച് 9ലേക്ക് വരും. 9 വന്നപ്പോൾ ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കാരണം 9നെയും കൂടെ ഞാൻ അവിടെ പുഷ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ 8 എന്ന് പറഞ്ഞ അടുത്തൊരു നോഡ് ഞാൻ സെലക്ട് ചെയ്തു. 8ൽ നിന്ന് എനിക്ക് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ എന്ന് നോക്കുന്നു. നോക്കിയപ്പോൾ ഉണ്ട്, ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ട്, 5 ഉണ്ട്. 5ലേക്ക് ഞാൻ എത്തും. 5ലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 5ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നോക്കുന്നു, ഉണ്ട്, 2 ഉണ്ട്. 2ൽ നിന്ന് ഒരു അൺവിസിറ്റഡ് നോഡ് ഇനി ഇല്ലാത്തത് കാരണം എന്ത് ചെയ്തു, 2നെ ഞാൻ എന്റെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് 5ലേക്ക് വരും. 5ൽ നിന്ന് ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കൊണ്ട് 5നെ ഞാൻ എന്റെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. 5ൽ നിന്ന് തിരിച്ച് 8ലേക്ക് വരുന്നു. 8ൽ നിന്നും ഇനി ഒരു അൺവിസിറ്റഡ് നോഡ് ഇല്ലാത്തത് കാരണം 8നെ ഞാൻ എന്റെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. ഇതാണ് പാസ് 1 എന്ന് പറയുന്നത്. എല്ലാ അൺവിസിറ്റഡ് നോഡ്സിനെയും നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിനെ എല്ലാം നമ്മൾ റിവേഴ്സ് ചെയ്യുവാണ്. പാസ് 2ൽ നമ്മൾ ചെയ്യുക, എല്ലാ നമ്മൾ വിസിറ്റ് ചെയ്ത എല്ലാ നോട്ട്സിനെയും ഗ്രാഫിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റിവേഴ്സ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആരോ ഉൾപ്പെടെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുക. ഗ്രാഫിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് എലമെന്റ്
8നെ നമ്മൾ ഞാൻ റിമൂവ് ചെയ്യുന്നു. 8നെ റിമൂവ് ചെയ്തപ്പോൾ 8ൽ നിന്നുള്ള പാത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 8ൽ നിന്ന് 2ലേക്ക് പോകാം, 2ൽ നിന്ന് എനിക്ക് 5ലേക്ക് വരാം, 5ൽ നിന്ന് എനിക്ക് തിരിച്ച് 8ലേക്ക് വരാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ കണക്റ്റഡ് കമ്പോണന്റ് ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം വന്നത് 9 ആണ്. 9ൽ നിന്ന് എനിക്ക് എങ്ങോട്ടേക്ക് പോകാം, 9ൽ നിന്ന് എനിക്ക് 6ലേക്ക് പോകാം, 6ൽ നിന്ന് എനിക്ക് 3ലേക്ക് വരാം, 3ൽ നിന്ന് എനിക്ക് 9ലേക്ക് വരാം. ഇങ്ങനെയായിരിക്കും അതിന്റെ പാത്ത് പോവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അടുത്ത കണക്റ്റഡ് കമ്പോണന്റ് 9, 6, 3 എന്നുള്ള കണക്റ്റഡ് കമ്പോണന്റും ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം വന്നത് എന്താ 1 ആണ്. 1ൽ നിന്ന് എനിക്ക് 7ലേക്ക് വന്നു, 7ൽ നിന്ന് എനിക്ക് 4ലേക്ക് പോകാം, 4ൽ നിന്ന് തിരിച്ച് 1ലേക്കും പോകാം. ഇങ്ങനെ എനിക്ക് പാത്ത് കിട്ടുന്നത് കാരണം ഇതിനെ ഞാൻ എന്ത് ചെയ്തു, കണക്റ്റഡ് കമ്പോണന്റ് അടുത്ത കണക്റ്റഡ് കമ്പോണന്റ് ആക്കി 1, 7, 4 എന്നുള്ളതും കിട്ടി. ഇത്രയാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒരു മിനിറ്റ്, ഞാൻ സ്ലൈഡ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ആയി. ബ്ലോക്ക് 3 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലോക്ക് 3യുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്നുള്ളൂ. ആകെ 10 മിനിറ്റോടെ ഉള്ള സമയം. അപ്പൊ അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് പറയാം. നാളെ ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യാം. മീൻസ് ഓൾമോസ്റ്റ് ടൈം നമ്മുടെ തീരാറായി. അതുകൊണ്ട് അപ്പൊ ബ്ലോക്ക് 3യുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഗ്രാഫ് അൽഗോരിതംസ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണ്. അതായത് കാരണം ഇതിനകത്ത് വരുന്ന ബ്ലോക്ക് 1 നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ തന്നിരിക്കുന്ന നോട്ട്സിനകത്ത് നോക്കുമ്പോൾ കുറെ ഗ്രാഫ് ടെർമിനോളജീസ് ആണ്. അത് ഓൾറെഡി ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾക്ക് ഇനി വരുന്നത് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണ് വരിക. മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഗ്രാഫ് തരികയാണെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഒരു വെയിറ്റഡ് ഗ്രാഫ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് കരുതുക. നിങ്ങളുടെ തന്നിരിക്കുന്നത് ഒരു വെയിറ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ആ വെയിറ്റഡ് ഗ്രാഫിനകത്തു നിന്ന് നമുക്ക് ഒരു നോഡിൽ നിന്ന് ബാക്കി എല്ലാ നോഡ്സിലേക്കും പോകാനുള്ള ഏറ്റവും മിനിമം കോസ്റ്റ് ഉള്ള പാത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറയുക. നമുക്കൊരു നോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു നോഡിലേക്ക്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഷോർട്ട് കട്ട് അറിയാം. ഇപ്പൊ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം, നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് അറിയാം, അല്ലെങ്കിൽ 2 കിലോമീറ്റർ കുറവാണ്, അല്ലെങ്കിൽ ഇച്ചിലൂടെ നല്ല റോഡാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പാത്ത് എന്ന് തോന്നുന്ന മെത്തേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പാത്ത് ആയിരിക്കും നിങ്ങൾ എടുക്കുക. അപ്പൊ അതുപോലെ തന്നെ ഉള്ളൂ നമ്മുടെ ഒരു ട്രീ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫിനകത്ത് ഒരു നോഡിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് മറ്റേതെങ്കിലും ഒരു വെർട്ടെക്സിലേക്ക് നമുക്ക് പോകണം. മറ്റേതെങ്കിലും ഒരു വെർട്ടെക്സിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ വെർട്ടെക്സിലേക്ക് പോകാനുള്ള ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ്, ഏറ്റവും കുറച്ച് കോസ്റ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ടൈം എടുത്തുകൊണ്ട്, ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഏറ്റവും കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താമോ അത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന കുറെ ഗ്രാഫിനകത്ത് കുറെ വെർട്ടീസസ് ഉണ്ടായിരിക്കും. ആ വെർട്ടീസസിനെല്ലാം കറസ്പോണ്ടിങ് വെയിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഏറ്റവും കുറവുള്ള വെയിറ്റുകൾ വെച്ചിട്ട് നമ്മൾ അതിന്റെ സ്പാനിങ് ട്രീ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നോഡിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിൽ ഇരിക്കുന്ന നോഡിലേക്ക് വരെ ഏതൊക്കെ പാത്ത് കണക്ട് ചെയ്ത് നമുക്ക് പോകാമോ ആ പാത്തുകളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള പാത്ത് കണ്ടുപിടിക്കുന്നതിനാണ് എന്തെന്ന് വിളിക്കുക, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നത് നമ്മൾ തന്നെ കണക്റ്റഡ് സബ് ഗ്രാഫ് ആയിരിക്കണം നിർബന്ധമാണ്. നമ്മുടെ കണക്റ്റഡ് സബ് ഗ്രാഫ് എസ് ഓഫ് ഗ്രാഫ് ജി ഓഫ് വി കോമ ഈഫ് ഇ ഈസ് സെറ്റ് ടു ബി എ സ്പാനിങ് ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് it contains all the vertices of the graph G and have minimum total weight of the edges of G. അപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മളൊരു സ്പാനിങ് ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് ഉള്ള ഒരു സ്പാനിങ് ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉള്ള വെർട്ടീസസ് എല്ലാ വെർട്ടീസസും സ്പാനിങ് ട്രീക്കകത്ത് ഉണ്ടായിരിക്കണം. അല്ലാതെ കോസ്റ്റ് കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതെങ്കിലും 1-2 വെർട്ടീസസിന് എടുത്ത് കളയാനൊന്നും പറ്റില്ല. ഏതൊക്കെ വെർട്ടീസസ് ആണോ ഒറിജിനലി ആ ഗ്രാഫിനകത്ത് ഉണ്ടായിരുന്നത് ആ വെർട്ടീസസ് എല്ലാം തന്നെ ഏതിനകത്തും ഉണ്ടായിരിക്കണം, ഈ ഗ്രാഫിനകത്തും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, എന്നിട്ട് മിനിമം വെയിറ്റും ആയിരിക്കണം. ഇപ്പൊ ഒരു ഫസ്റ്റ് നോഡിൽ നിന്ന് ഒരു ലാസ്റ്റ് നോഡിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക ആ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കണക്റ്റഡ് ഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. രണ്ടാമത് ഇതിനകത്ത് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അസൈക്ലിക് ആയിരിക്കണം. അതായത് ഇതിനകത്ത് സൈക്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സൈക്കിളൊന്നും ഇല്ലാത്ത സ്പാനിങ് ട്രീസ് ആയിരിക്കണം ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്പാനിങ് ട്രീ ആർ യൂസ്ഡ് ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ് സച്ച് ആസ് ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് റൂട്ട്, ഒപ്റ്റിമൈസിങ് എയർലൈൻ റൂട്ട്സ്, ഫൈൻഡിങ് ലീസ്റ്റ് കോസ്റ്റ്ലി പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് എക്സെട്ര. നമ്മൾ ഈ